അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനി എന്നാണ് ഒന്നിച്ച് കാണുന്നത്? വൈകാതെ കാണാം. നമ്മളെല്ലാവരും ഓരോരോ സ്ഥലത്തല്ലേ, വൈകാതെ ഒന്നിച്ച് കാണാം. എളുപ്പം കാണാം കേട്ടോ. നമ്മുടെ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 49 41. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ട് വെക്കുക. ഒരു 48 മണിക്കൂർ മാക്സിമം അതിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ വരാനുള്ള സംവിധാനം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതർവൈസ് ഇങ്ങനെ ആഴ്ചകളോളം മാസങ്ങളോടൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു നിങ്ങളുടെ മെസ്സേജ്. ഇപ്പോൾ അതൊക്കെ മാറ്റി 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിപ്ലൈ വരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മഞ്ജരീസിലൂടെ റൂം ബുക്ക് ചെയ്യുന്നവർ ഒരുപാട് പേര് മഞ്ജരീസിലൂടെ റൂം ബുക്ക് ചെയ്യുന്നുണ്ട് ഗുരുവായൂർ വരുമ്പം. പക്ഷേ ഇവരെല്ലാവരും തന്നെ ഗുരുവായൂർ എത്തിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഒരു 60% ആൾക്കാരും ഗുരുവായൂർ എത്തിയിട്ട് പാതിരാത്രിക്കും ഒക്കെ ഫോൺ വിളിച്ചിട്ട് മാതാജി റൂം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിരാത്രിക്ക് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും. ചില ദിവസങ്ങൾ ഉറങ്ങില്ല. അങ്ങനെയാണെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ പിന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടു റീൽസിൽ കണ്ടു. അപ്പോൾ നേരത്തെ റൂം ബുക്ക് ചെയ്യുക, യാത്രകളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യാം. എമർജൻസി ഘട്ടത്തിൽ മാത്രം നമ്മൾ പ്ലാനിങ് ഇല്ലാതെ യാത്ര പോവുക. നിങ്ങളുടെ സേഫ്റ്റിക്കും കൂടി വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ റൂം ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ മഞ്ജരീസിൽ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കാം. താങ്ക് യു മാതാജി. ഏട്ടൻ്റെ സംസാരം കേട്ടാൽ തന്നെ ടെൻഷൻ മാറും. രാവിലെ പോയപ്പോൾ കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു. ചേട്ടനെ കണ്ട് വൈകുന്നേരം വീണ്ടും പോയപ്പോൾ പ്രഷർ നോർമലായി. ഹാപ്പി. എല്ലാ സഹായം തന്നു. പക്ഷേ എനിക്ക് പ്രഷർ കൂടും. എന്നെ അങ്ങോട്ട് ഉപദേശിച്ചങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയും. ഹോസ്പിറ്റലിലാണെങ്കിൽ രക്ഷപ്പെട്ട്, വീട്ടിൽ ചെന്ന് കാണുകയാണെങ്കിൽ എന്നെ ഉപദേശിച്ചങ്ങോട്ട് തീർത്ത് കളയും. അതിന്മേത ഹോസ്പിറ്റലിൽ പോയി കാണുന്നതാണ്. അതാകുമ്പോൾ പേഷ്യൻസ് പുറത്തിരുന്ന് എന്നെ വേഗം വിട്ടോളും. മാതാജി മെഡിസിനൊക്കെ കഴിച്ചോളൂ. എന്നോട് കളിച്ചിരിച്ച് പറയുന്ന പോലെയല്ല, മെഡിസിൻ്റെ കാര്യത്തിലൊക്കെ ഏട്ടൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഓക്കെ, മാതാജിയുടെ എല്ലാ അസുഖങ്ങളും മാറും കേട്ടോ. ധൈര്യമായിട്ടിരിക്കും. നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്യാം. ഇനി അങ്ങനെ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം മാറ്റിത്തരും കേട്ടോ. അപ്പോൾ ഫുഡായാലും റൂമായാലും വേഗം നിങ്ങൾ എന്ത് ചെയ്യാം, നേരത്തെ വിളിച്ച് പറയണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേഗം നമ്മൾ മഞ്ജരീസിൽ നിന്ന് റിപ്ലൈ തരും. പിന്നെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തത് അതൊന്ന് കുറച്ച് ഡിലേ ഉണ്ട്. ഒരു ജൂലൈ 10th ഉള്ളിൽ നിങ്ങൾക്ക് സാധനങ്ങളെല്ലാം മാക്സിമം എത്തുന്നതായിരിക്കും. പിന്നെ വേറെ വിശേഷങ്ങളൊന്നും മഞ്ജരീസിനെ പറ്റി പറയാനില്ല. മെയിൻലി എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സുകൾ ഷെയർ ചെയ്യണം. അത് വളരെ അത്യാവശ്യമാണ്. നമ്മളൊരു ഫാമിലി പോലെയല്ലേ പോകുന്നത്, നമ്മൾ അന്യരല്ലല്ലോ. എന്നെ നിങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ എങ്കിലും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെല്ലാവരെയും കാണുന്നുണ്ട്. അപ്പം മാക്സിമം ലൈവ് ഷെയർ ചെയ്യാം. നമ്മൾക്ക് ഭഗവാന്റെ കാര്യം കേൾക്കാൻ സാധിക്കുമ്പം അതിനേക്കാൾ ആനന്ദം വേറൊന്നുമില്ല അല്ലേ? നമ്മുടെ ജന്മം രക്ഷപ്പെടുകയാണ്. അപ്പോൾ അതേ ഒരു അനുഗ്രഹം ഭഗവാനെ അറിയാത്തവർക്കും കിട്ടണ്ടേ? നമ്മൾ അതിനൊരു കാരണമാവുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം എന്താ ഉള്ളത്? നമ്മൾ കാരണം ഒരാൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കാരണം ഒരാൾ സന്തോഷത്തോടെ ഉറങ്ങുന്നുണ്ടെങ്കിൽ, നമ്മൾ കാരണം ഒരാൾക്കൊരു വസ്ത്രം കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മൾ കാരണം ഒരാൾ ടെൻഷൻ ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ, അത്രത്തോളം അനുഗ്രഹവും ഭഗവാന്റെ കാരുണ്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലോ നമ്മുടെ മക്കളുടെ ജീവിതത്തിലോ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പം ആ ഒരു നമ്മൾ ചെയ്യുന്ന അനുഗ്രഹമായിരിക്കും അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ എന്താ പറയുക, ഒരു വഴിത്തിരിവ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് സഹായമായിട്ടിരിക്കണം. അത് ക്ലാസ് എന്ന് മാത്രമല്ല, ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കുന്ന രാവിലത്തെ കോട്ട്സ് കാര്യങ്ങൾ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊക്കെ എല്ലാവരും വായിക്കട്ടെ, എല്ലാവരും അറിയട്ടെ, അവരുടെ ജീവിതത്തിലും കുറച്ച് മനസ്സമാധാനം കിട്ടട്ടെ. നമ്മൾ കാണാത്തവർ പോലും ചിലപ്പം വല്ലാത്തൊരു പീക്ക് ലെവലിൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഒരു മെസ്സേജ്, നമ്മുടെ ഒരു വീഡിയോ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അവർക്കതൊരു ആശ്വാസമാവുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? നമ്മൾ ലക്ഷങ്ങളോ കോടികളോ ഒന്നും കൊടുക്കുന്നില്ല. നമ്മുടെ വീടോ സ്വത്തോ സമ്പാദ്യമോ ഒന്നും കൊടുക്കാൻ പറയുന്നില്ല. ഒരു ക്ലാസ് അതൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ എത്ര നല്ലതാണ്. നമ്മൾ മറ്റുള്ളവരെ പോലെ ഫേസ്ബുക്കിലൂടെയോ യൂട്യൂബിലൂടെയോ പൈസ വാങ്ങുന്നില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. പല പ്രാവശ്യം എനിക്ക് മെസ്സേജ് വന്നു, മെയിൽ വന്നു, മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞു. വേണ്ട, നമുക്ക് ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള 10 രൂപ നമുക്ക് വേണ്ട. നമ്മൾ എന്താ പറയുക, പ്രഭാഷണങ്ങൾ നടത്താൻ വേണ്ടി പല ക്ഷേത്രങ്ങളിൽ പോയാൽ പോലും നമ്മൾ പൈസ വാങ്ങുന്നില്ല. അപ്പോൾ പിന്നെ
ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു എന്താ പറയുക മോണിറ്റൈസേഷൻ ആ രൂപത്തിലല്ല ഞാൻ പറയുന്നത്. മറ്റുള്ളവർക്ക് സഹായകമാകാൻ നമ്മുടെ ക്ലാസ്സുകൾ എത്തട്ടെ എന്നുള്ളൊരു അർത്ഥത്തിലാണ്. ഒരുപാട് പേര് ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒത്തിരി ജീവാത്മാക്കൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ കോട്സ് കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഒക്കെ ഇട്ട് കൊടുക്കുക, നമ്മുടെ ഹോട്ടൽസിൻ്റെ റൂംസ് ഇട്ട് കൊടുക്കാൻ പറയുന്നത് എന്തിനാണ്? പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, മാതാജി ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നു കിടന്നുറങ്ങാൻ, നല്ല നീറ്റായിരുന്നു, നല്ല സ്വഭാവമായിരുന്നു ആൾക്കാർ, അവിടുത്തെ സ്റ്റാഫുകളൊക്കെ. പിന്നെ നമ്മളൊരു 1-2 മണിക്കൂർ ഡിലേ ആയി ഇറങ്ങാൻ, എന്നാലും അവരൊന്നും പറഞ്ഞില്ല. പക്ഷേ ചില ഹോട്ടലുകളൊക്കെ 1 മണിക്കൂറൊക്കെ ഡിലേ ആകുമ്പോഴേക്കും 2 ദിവസത്തെ പേയ്മെൻറ്റ് വേണമെന്ന് പറയും, അല്ലെങ്കിൽ റൂമിൽ വന്ന് ചെക്കൗട്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് അങ്ങനെയൊന്നുമില്ല മാതാജി. പിന്നെ ഞങ്ങൾ ചായയും കാപ്പിയൊക്കെ നിർത്തി, പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ളവർ ചായയും കാപ്പിയൊക്കെ കുടിക്കായിരുന്നു. അതിന് വേണ്ടിയിട്ട് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായില്ല, മഞ്ജരീസിൽ തന്നെ അത് ഒരുക്കിയത് കൊണ്ട് കുറച്ചും കൂടെ സൗകര്യപ്രദമായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് റിവ്യൂ ഇടുമ്പം അത് ഒരുപാട് പേരിലേക്ക് എത്തണ്ടേ? അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? അതൊന്ന്. ഇനിയും നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. വരുന്ന ജൂലൈയോടുകൂടി ഇപ്പോൾ കുറച്ച് ഹവേഴ്സിലേക്കൊക്കെ വരുന്നവരുണ്ട് അല്ലേ? ഒരു 8 മണിക്കൂർ 5 മണിക്കൂർ ആ ഒരു ടൈമിനൊക്കെ റൂം എടുക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊരു ഹോൾ ഡേ, ഒരു ഫുൾ ഡേ റൂം എടുക്കുമ്പോഴേക്കും എന്താ ഉണ്ടാവുക? അത്രയും നേരം വേണ്ട, ഞങ്ങൾ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ എന്ന് പറയുമ്പം ഏറ്റവും ലോ ബഡ്ജറ്റിൽ, നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ലോ ബഡ്ജറ്റിൽ വെൽ ക്ലീനായിട്ട് നിങ്ങൾക്ക് നമ്മൾ റൂംസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. മഞ്ജരീസിൻ്റെ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ആവാൻ ഒരു കെയർ ടേക്കർ ഉണ്ടാവും. നിങ്ങൾക്കൊരു ചായ വേണം, ഒരു കാപ്പി വേണം, ഒന്ന് ചൂടുവെള്ളം വേണം, അതിനൊന്നും പുറത്തു പോകണ്ട, അതെല്ലാം അവിടെ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് റെഡിയാണ്. അപ്പം അത്രയും സൗകര്യങ്ങൾ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരുമ്പം ആ മഞ്ജരീസിനോടൊരു കൂറ് വേണ്ടേ? നമ്മുടെ പ്രസ്ഥാനം വളർന്നാലല്ലേ നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഒരു കുടക്കീഴിലൊന്ന് നിൽക്കാൻ പറ്റൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ 1 മണിക്കൂർ നേരത്തേക്കാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഒരുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്ര പേര് എന്തോരം എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി. ഏത് ഫേസ്ബുക്കിനേക്കാളും വലിയ പബ്ലിസിറ്റിയാണ് മൗത്ത് പബ്ലിസിറ്റി. അപ്പം നിങ്ങളുടെ അറിവിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലീസ് ഉണ്ടാവും അല്ലേ? പഴയ പോലെയല്ല. ഇപ്പോഴെന്താണ്, നമുക്കെല്ലാം വാട്സപ്പ് ഗ്രൂപ്പാണ്, നമ്മുടെ ഫാമിലി ഗ്രൂപ്പ്, അത് ഇത്. അപ്പം നേരെ എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇടാം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇത് എൻ്റെ മാത്രമല്ല, നമ്മുടെയാണ്. മഞ്ജരീസ് എന്ന് പറയുന്നത് നമ്മുടെയാണ്. ഇവിടെ ആരും വലുത് ചെറുതെന്നൊന്നുമില്ല. ഇതിൻ്റെ HOD എന്ന് പറയുന്നത് ആരാണ്? കിച്ചൂടനാണ്. ഗുരുവായൂർ എന്നാ പോകുന്നത്? ഗുരുവായൂർ ഈ മാസം ജൂലൈ. അപ്പോൾ കിച്ചൂടൻ HOD ആയിരിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യണം? നേരെ മറ്റുള്ളവരോട് പറയാം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യാം? മാക്സിമം സ്പ്രെഡ് ചെയ്യാം. ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ പുറത്തലയണ്ട, ഒന്ന് വിളിച്ചാൽ മതി, ഫുഡ് നിങ്ങളുടെ റൂമിലെത്തും. ഓക്കെ? ചായയും കാപ്പിയും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല, പക്ഷേ അത് കുടിച്ച് നിർത്താൻ പറ്റാത്തവരുണ്ട്. ചിലർ കുറച്ച് കുറച്ചായിട്ട് നിർത്തി വരുന്നവരുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഗുരുവായൂർ വരുന്നവർ, അച്ഛനമ്മ, അമ്മായിയമ്മ, നാത്തൂൻ, അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പം അത് നിർത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പുറത്ത് പോയി ചായ ഒന്നും ഉണ്ടാക്കണ്ട, മഞ്ജരീസിലുണ്ട്. ഓക്കെ? അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ റെഡിയാക്കാനുള്ള കുറച്ച് മാറ്റങ്ങളും കൂടെ മഞ്ജരീസിൽ വരുത്തുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഇന്ന് മുതൽ ഞാൻ നോക്കട്ടെ എത്ര പേരുടെ റെക്കമെൻഡേഷനിൽ എനിക്ക് റൂം ബുക്കിങ്ങും, എത്ര പേരുടെ റെക്കമെൻഡേഷനിൽ എനിക്ക് എന്താ പറയുക ഓരോരോ കാര്യങ്ങളൊക്കെ വരുന്നു, ഞാൻ നോക്കട്ടെ. എന്തുട്ട് മനസ്സിലായില്ല. പഴയ പോലെ നമുക്ക് ഗുരുവായൂർ കൂടിയാലോ? നമ്മൾ എന്നാണ് ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തത്? 1 ഇയർ ആവട്ടെ. ആ ഒരു കാത്തിരിപ്പിനൊരു സുഖമുണ്ട്. ഒരു 1 ഇയർ വെച്ചിട്ട് നമ്മൾ ഗുരുവായൂരിൽ കൂടുന്നത് അല്ലേ? 1 ഇയർ ആവട്ടെ, നമുക്ക് കൂടാം. കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് 1 ദിവസം 2 ദിവസം നമുക്ക് ഗുരുവായൂർ കൂടാം. അപ്പം ക്ലാസ് തുടങ്ങാം. കഥകൾ പറഞ്ഞാൽ ഇങ്ങനെ കഥകൾ പറഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. റൂംസിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ. മഞ്ജരീസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവാൻ താല്പര്യമുള്ളവർ 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തരിക. നിങ്ങൾ യൂട്യൂബിലൂടെയാണോ ഫേസ്ബുക്കിലൂടെയാണോ ക്ലാസ് കാണുന്നത് എന്നുള്ളതൊന്ന് നോക്കുക. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ക്ലിയർ? പിന്നെ വേറെ വിശേഷം എന്താണ്? വേറെ ഒന്നുമില്ലല്ലോ. നമുക്ക് മഹാഭാരതം കഥ കേട്ടാലോ? ശ്രീ മഹാഭാരതത്തിൽ
ശാന്തിപർവം എന്ന് പറയുന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ശാന്തിപർവം കഴിയാൻ ഇനിയും കുറേ ദിവസങ്ങളെടുക്കും. ഒന്നാമത് എൻ്റെ ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിലുള്ള ക്ലാസ്സുകൾ മിസ്സാവുന്നത്. ഓക്കെ ശ്രീല മാതാജി, ക്ലാസ്സുകൾ മിസ്സാവുന്നത്. 2, നമ്മുടെയൊക്കെ മടിയൊന്നുമില്ല, എല്ലാവരും നല്ല സ്മാർട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ശ്രീമതി രാധാറാണിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് പറയാനും കേൾക്കാനും ഒക്കെ ഗുരുവായൂരപ്പൻ്റെയും ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നാളെ ഏകാദശിയാണ്. ഇതുവരെ ഏകാദശി എടുക്കാത്ത കുറേ വിരുദ്ധന്മാർ ഇതിലുണ്ട്. പത്മനാഭസ്വാമിയെ കണ്ടു അല്ലേ? അപ്പം നാളെ ഏകാദശി എടുക്കാം, കപ്പ കഴിക്കാം, ഇളനീര് വെള്ളം കുടിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം, ചാമാരി കൊണ്ടുള്ള കഞ്ഞി കഴിക്കാം. അങ്ങനെയൊക്കെ കഴിച്ചിട്ട് ഏകാദശി എടുക്കും. ഓക്കെ. ഇപ്പോൾ നമ്മൾ ശ്രീ മഹാഭാരതത്തിൽ ശാന്തി പർവ്വത്തിൽ ജ്ഞാനയോഗവും വേദാധ്യായനവും എന്ന് പറയുന്നൊരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ജ്ഞാനയോഗവും വേദാധ്യായവും, എന്താണ് വേദാധ്യായനവും, അതേക്കുറിച്ചാണ് പറയുന്നത്. എന്താണത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യുധിഷ്ഠിരൻ്റെ പേരെന്താണ്? ധർമ്മപുത്രൻ. രണ്ടും ഒരാൾ തന്നെയാണ്. അപ്പോൾ വിളിക്കാം. അപ്പം ധർമ്മപുത്രൻ ഓരോരോ ചോദ്യങ്ങൾ ശരശയ്യയിൽ കിടക്കുന്ന നമ്മുടെ ഭീഷ്മ പിതാമഹനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനോട് നമ്മുടെ ധർമ്മപുത്രൻ ഓരോരോ സംശയങ്ങൾ ചോദിക്കുകയാണ്. ഈ സംശയങ്ങളെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾക്കുണ്ടാവുന്ന സംശയങ്ങളൊക്കെ തന്നെയാണിത്. അപ്പോൾ ഈ സംശയങ്ങൾക്കൊക്കെ ഉത്തരം പറയണ ആര്? നമ്മുടെ ഭീഷ്മ പിതാമഹൻ. അപ്പോൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞ ക്ലാസ് ബോറടി ആയിരുന്നു, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിലൂടെയാണ് പോയത്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് കുറച്ചും കൂടെ രസകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുന്നു, ജ്ഞാനയോഗത്തിൻ്റെയും വേദാധ്യായനത്തിൻ്റെയും ഫലം എന്താണ്? ജ്ഞാനയോഗവും വേദാധ്യായനത്തിൻ്റെയൊക്കെ ഫലം എന്താണ്? എന്തുകൊണ്ടാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്? എന്തിനാണ് പഠിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയണം, നമ്മുടെ സർവ്വഭൂതങ്ങളിലും ആത്മാവ് ഇങ്ങനെ ലയിച്ചു കിടക്കുന്നുണ്ട് അല്ലേ? എല്ലാ ഭൂതങ്ങളിലും എന്താണ് വ്യാപിച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. അപ്പോൾ ഈ ആത്മാവിനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഇതൊക്കെ നല്ല ചോദ്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. നമ്മളിലും ജീവാത്മാവുണ്ട്. അതുപോലെ എല്ലാത്തിലും നമ്മൾ കാണുന്ന ചെടിയിലും എല്ലാത്തിലും ഓരോ ആത്മാവുണ്ട്. അപ്പോൾ ഈ ആത്മാവിനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അപ്പോൾ അതിന് മറുപടിയായിട്ട് നമ്മുടെ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുക്കുന്നത്, പണ്ട് മനുവും ബൃഹസ്പതിയും അരിയാഹാരം, ചെറുപയർ, കടല അതൊന്നും പാടില്ല, കടുക് പാടില്ല കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ ഹരേകൃഷ്ണാമേ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടില്ലെങ്കിൽ മെസ്സേജ് ഇടും. ഞാൻ അപ്പോൾ ഏകാദശി ക്ലാസ്സിന് ലിങ്ക് ഇട്ടുതരാം. അപ്പോൾ മനുവും ബൃഹസ്പതിയും തമ്മിലൊരു സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു മുൻപ്, കുറേ നാളുകൾക്ക് മുൻപ്, ഇവിടെ ഇതിൻ്റെ അടിയിൽ. അതേക്കുറിച്ചാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുക്കുന്നു. ഒരിക്കൽ ദേവർഷിമാരെല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂടിയപ്പം വളരെ പ്രൊഫഷണലായിട്ട് ഇതിലുള്ള പോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് സിമ്പിളായിട്ട് പറയുന്നത് കേട്ടോ. ദേവർഷിമാരുടെ ഒരു മീറ്റിങ്ങിൽ വെച്ച് ബൃഹസ്പതിയുടെ ഗുരുവിൻ്റെ പേരെന്താണ്? മനു. ബൃഹസ്പതിയുടെ ഗുരുവായ മനുവിനോട് ബൃഹസ്പതി ചോദിക്കുകയാണ്, പ്രപഞ്ചോൽപത്തി എങ്ങനെയാണ്? ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു. അറിവ് കൊണ്ട് അറിയേണ്ട വിഷയം എന്താണ്? അതായത് ജ്ഞാനം കൊണ്ട് അറിയേണ്ട വിഷയം എന്താണ്? വേദമന്ത്രങ്ങൾക്ക് പോലും വ്യക്തമാക്കാൻ സാധിക്കാത്ത ആ തത്വം എന്താണ്? വേദമന്ത്രങ്ങൾക്ക് പോലും വ്യക്തമാക്കി തരാൻ പറ്റാത്ത ആ തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഒക്കെ ഫലം എന്താണ്? ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ ബൃഹസ്പതിക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതുപോലെ നമ്മുടെ മഞ്ജരീസിലുള്ള എല്ലാവർക്കും ഇതൊക്കെ അറിയണം, വേണ്ടേ? എല്ലാം ഒന്ന് വിശദമായി പറഞ്ഞു തരാൻ ബൃഹസ്പതി അദ്ദേഹത്തിൻ്റെ ഗുരുവായ മനുവിനോട് ചോദിക്കുകയാണ്. ഇതിൽ ശ്രദ്ധിച്ചു കേട്ടാൽ മൈൻഡിൽ ഓർത്ത് വെക്കണം, ബൃഹസ്പതിൻ്റെ ഗുരുവാണ് മനു. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചപ്പം അദ്ദേഹം പറയാണ്, മനസ്സിന് അനുകൂലമായിട്ടുള്ളത്, അതായത് നമ്മുടെ മനസ്സിന് എന്താണോ സന്തോഷം നൽകുന്നത്, സുഖം നൽകുന്നത്, അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്നത് എന്താണോ അതാണ് സുഖം. മനസ്സിലായില്ലേ? നമ്മുടെ മനസ്സിന് സുഖം നൽകുന്നത് എന്താണോ അതാണ്. ഒരു മിനിറ്റ്.
എന്താ ലിങ്ക് കിട്ടാത്ത? റീഫ്രഷ് ചെയ്തിട്ട് കയറാൻ പറയും. അപ്പോൾ നമ്മുടെ മനസ്സിന് എന്താണോ സന്തോഷം നൽകുന്നത് അതാണ് സുഖം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ കൊട്ടാരവും അരമനയും കുറേ പൈസയും ബംഗ്ലാവും ഇതൊന്നും അല്ല സുഖം. ഇതെല്ലാം ഉണ്ടായിട്ട് മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്തിനു പറ്റും? അതുകൊണ്ട് മനസ്സിന് എന്താണോ സമാധാനം തരുന്നത് ആ അവസ്ഥയാണ് സുഖം എന്ന് പറയുന്നത്. ചില ആൾക്കാർ വിചാരിക്കും AC റൂം, നല്ല കട്ടില്, നല്ല ബ്ലാങ്കറ്റ്, ബാങ്ക് നിറച്ചും കാശ്, എന്തൊരു സമാധാനമാണ്, എത്ര സുഖമുണ്ട്, നല്ല ഫ്രൂട്ട്സ്, ഫുഡ്. പക്ഷെ ഇതൊരിക്കലും ഒരു സുഖമല്ല. ഈ അവസ്ഥ നമുക്ക് മടുക്കും, മനസ്സിലായില്ലേ? ഉറപ്പായിട്ടും മടുക്കും. പക്ഷേ നല്ല തുറന്ന പ്ലേസിൽ നല്ല പച്ചപ്പും നല്ല കിളികളുടെ ശബ്ദവും ഒരു നല്ലൊരു കസേരയും നമുക്കിഷ്ടപ്പെട്ടൊരു വ്യക്തി നമ്മുടെ മുമ്പിലുണ്ട്, നമുക്ക് വേറെ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ആ ഒരു മനസമാധാനത്തോടെ ഇരിക്കുന്ന 10 നിമിഷം നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം, അതായത് നമ്മുടെ ദുഃഖങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ, നമ്മൾ ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ, നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ, അതാണ് ഏറ്റവും വലിയ സുഖം. പക്ഷെ അവരെ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കരുത്, അത് തെറ്റാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മൾ തിരിച്ചു സ്നേഹിക്കുന്നവരെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ ആയിട്ട് വിടണം. ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ബന്ധനമാവരുത്. ചില ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒന്ന് ഹസ്ബൻഡ്സ് പുറത്തിറങ്ങുമ്പോഴേക്കും ചേട്ടാ എവിടെയാണ്, എവിടെ പോയി, ആരോട് സംസാരിച്ചു, എന്ത് ചെയ്തു, അതാരാ മെസ്സേജ് ഇട്ടത്. ഞാൻ അങ്ങനെ ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട് ബിനു അടിമാലി ചേട്ടൻ്റെ കൂടെയും വിനോദ് കെടാമംഗലത്തിൻ്റെ കൂടെയും. എൻ്റെ ഹസ്ബൻഡാണ് ബിനു ചേട്ടൻ. എപ്പോഴും വിനോദേട്ടൻ മീൻസ് സ്കിറ്റിൽ കേട്ടോ, ഫ്ലവേഴ്സിൻ്റെ കോമഡി സൂപ്പർ നൈറ്റ്. എപ്പോഴും ആ ക്യാരക്ടറിന് സംശയമാണ്. ഇപ്പോഴാരാ വിളിച്ചത്, ഇപ്പോഴാരാ മെസ്സേജ് ഇട്ടത്, നിങ്ങൾ ആരോടോ സംസാരിക്കുന്നത്, നിങ്ങളുടെ ഏട്ടത്തിയാണോ, നിങ്ങളുടെ ചേച്ചിയാണോ, നിങ്ങളുടെ ഭർത്താവാണോ, അവരെന്തിനും നിങ്ങളെ നോക്കി, അവരെന്തിനും നിങ്ങളോട് മിണ്ടി. ഇത് വളരെ ചീപ്പാണ്, പാടില്ല. നമ്മളെ ഒരാൾ സ്നേഹിക്കണമെന്ന് നമ്മൾക്ക് ആവശ്യമുണ്ട്, നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് വിടണം. ഒരിക്കലും സ്നേഹം നമുക്ക് പിടിച്ചു വാങ്ങാൻ കഴിയില്ല, ആരോടും പിടിച്ചു വാങ്ങാൻ കഴിയില്ല. നമ്മൾ ഫ്രീ ആയിട്ട് വിടുക. അവരുടെ എന്തൊരു കാര്യത്തിൻ്റെ മുന്നിൽ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. അവരെന്താണോ പറയുന്നത് അത് ക്ഷമയോടെ കേൾക്കാൻ ശ്രമിക്കുക. ആ ബന്ധത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക. അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ അവർ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അവർ തളർന്നിരിക്കുന്ന സമയത്ത് ഇതേ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതിന് കിട്ടിയ ശിക്ഷയാണ് എന്നൊന്നും പറയരുത്. അത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഏറ്റവും കൂടുതൽ മനസ്സിന് സമാധാനം കിട്ടുന്നിടത്താണ് ഭാര്യയായാലും ഭർത്താവായാലും നിൽക്കുക. സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവും, ജീവിത പ്രാരാബ്ദങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, ജോലിയുടെ ടെൻഷൻസ് ഉണ്ടാവും, പലതും ഉണ്ടാവും. പക്ഷേ നമ്മൾ എത്ര ഫ്രീ ആയിട്ടിരിക്കുന്നോ അത്രത്തോളം നമുക്ക് സമാധാനം കിട്ടും. മൈൻഡ് അപ്സെറ്റ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ? മനസ്സിന് സമാധാനമില്ലെങ്കിൽ അറ്റാക്ക് വരെ വരും. നമ്മുടെ എന്താ പറയുക, ഫുൾ നമ്മുടെ മോനെ സൂക്ഷിച്ചു, നമുക്ക് അറ്റാക്ക് വരെ വന്ന് നമ്മൾ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയി പോകും, മനസ്സിലായില്ലേ? അപ്പം എന്താ ചെയ്യേണ്ടത്? സഞ്ജൂട്ടനെ എൻ്റെ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് നടക്കണേ. അപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിന് എപ്പോഴും സമാധാനം കൊടുക്കുക. നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. അവരെ അവരുടെ കൂട്ടുകാർക്കൊപ്പം വിടുക. അതിൽ തന്നെ മദ്യപിച്ച് വരുന്നവരൊക്കെ ഉണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട്. അതൊന്നും നമ്മൾ എൻ്റർടൈൻ ചെയ്യരുത്. പക്ഷെ മദ്യപിച്ച ആ സമയത്ത് നമ്മളൊന്നും പറയാതിരിക്കുക. ചിലപ്പോൾ തെറി പറയും, ചിലപ്പോൾ വഴക്കിടും, ചിലപ്പോൾ നമ്മുടെ അച്ഛനെ വിളിക്കും, അമ്മയെ വിളിക്കും, എല്ലാം വിളിക്കും, നമ്മുടെ ചാരിത്രത്തെ തന്നെ ചോദ്യം ചെയ്യും. പക്ഷെ ആ സമയത്തെങ്കിലും നമ്മൾ മിണ്ടാതിരിക്കുക, ക്ഷമയോടെ ഇരിക്കുക. അതൊക്കെ കഴിയുമ്പോൾ അവർക്ക് തന്നെ ചിന്തിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കണം, മനസ്സിലായില്ലേ? ചിന്തിക്കാനുള്ള സമയം കൊടുക്കണം. പറഞ്ഞു പോയല്ലോ എന്ന് കൊടുക്കണം. അപ്പം നമ്മുടെ മനസ്സിൻ്റെ സുഖം ആരുണ്ടാക്കിയെടുക്കണം? നമ്മളുണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വയലൻ്റ് ആവാതിരിക്കാം. നമ്മൾ വയലൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ സുഖമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മളുടെ മനസ്സിന് എന്താണോ സന്തോഷം തരുന്നത്, പ്രാർത്ഥനയായാലും ശരി, കുക്കിംഗ് ആയാലും ശരി, അതൊക്കെ നമ്മൾ ചെയ്യാം. ധാർമ്മികമായിട്ട് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാം. അതാണ് വേണ്ടത്. അപ്പോൾ അതാണ് നമുക്ക് എന്ത് സമാധാനം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന് പ്രതികൂലമായിട്ടുള്ളത് എന്താണോ അതാണ് ദുഃഖം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഒരാൾ നഷ്ടപ്പെടുന്നതൊന്നും അല്ല ദുഃഖം, അതൊക്കെ കാലങ്ങൾ കൊണ്ട് നമ്മൾ മറന്നുപോകും. പക്ഷെ മനസ്സിന് സമാധാനം കിട്ടാത്ത എല്ലാ അവസ്ഥയും ദുഃഖമാണ്, എല്ലാ അവസ്ഥയും ദുഃഖമാണ്. അപ്പം ആ ദുഃഖം നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ വയലൻസ് ആണ്, നമ്മുടെ എടുത്തടിച്ചിട്ടുള്ള റിയാക്ഷൻ. അത് സ്റ്റോപ്പ് ചെയ്യണം. പല സ്ത്രീകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, എടുത്തടിച്ച് ആരോടായാലും അങ്ങോട്ടൊരു സംസാരമാണ്. മുന്നിൽ നിൽക്കുന്നത് ആരാണ്, എന്താണ്? ജെൻസിലും ഉണ്ട് കേട്ടോ. അപ്പം അതൊന്നും പാടില്ല.
നമ്മളൊന്ന് നമ്മളെ കൺട്രോൾ ചെയ്യാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എത്ര വയലൻസ് ആയിട്ട് അവർ സംസാരിക്കുകയാണെങ്കിലും അത് കേൾക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കൊടുക്കണം. അവർ പറയട്ടെ, അവർ പറഞ്ഞു തീർക്കട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം എന്ന മനോഭാവത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ അവരെ കിടന്നിട്ടിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല ഒരാളെയും. ഈവൻ നമ്മുടെ കുട്ടികളെ പോലും നമ്മൾ ബെഡിൽ നിന്ന് വിളിക്കുന്നത് വളരെ സോഫ്റ്റായിട്ട് വിളിക്കണം. ഇന്ന് നീ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കും. അതൊന്നും വേണ്ട. കൂളായിട്ട് കാമായിട്ട്. ഞാനിപ്പോൾ എൻ്റെ അച്ഛനോടും അമ്മേനോടൊക്കെ തമാശയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. അത് അവർക്കും അറിയാം, ഒരു 2 minutes 2 seconds. അത് കഴിയുമ്പോൾ ഞാൻ പോട്ടെ. അപ്പം നമ്മൾ ആ ഒരു സർക്കിൾ നമ്മളെപ്പോഴും അവർക്ക് നമ്മളോട് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം തോന്നണം. ആർക്കായാലും നമ്മളെ വിളിക്കാനൊരു ഇഷ്ടം തോന്നണം, നമ്മളെ കാണാൻ തോന്നണം, നമ്മളുടെ കൂടെ ഇരിക്കാൻ തോന്നണം. അതെങ്ങനെയാണ് തോന്നുക? നമ്മളുടെ ആ ഒരു സമാധാനം, നമ്മൾ കൊടുക്കുന്ന ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ നിലപാട്, അങ്ങനെയാണ് അവർ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം സമാധാനത്തിൽ പോകാൻ പറ്റും അത്രത്തോളം സമാധാനത്തിൽ പോവാം. വയലൻസ് നമുക്ക് വേണ്ട. വയലൻസ് കൊണ്ട് ജീവിതത്തിൽ നമ്മൾ ആരും എവിടെയും എത്തില്ല. നമ്മൾ തന്നെ ചുക്കി ചുളിഞ്ഞ് ടെൻഷൻ അടിച്ച് പ്രാന്ത് പിടിച്ച് നമ്മുടെ മുടിയും പൊഴിഞ്ഞ് നമ്മുടെ കോലവും പോയി ഒരു എന്താ പറയുക മെനകെട്ട കോലത്തിൽ നമ്മൾ വരും. അപ്പം അതെല്ലാം മാറ്റി പീസ്ഫുള്ളായിട്ട് സാത്വികമായിട്ട് നമ്മൾ പോവുക. റെഡി? എത്ര പേര് വയലൻസ് ഒഴിവാക്കാൻ റെഡിയാണ്? എനിക്ക് കമൻ്റ് ഇടും. മഹാഭാരതം കഥയാണെങ്കിൽ കൂടി മഞ്ജരീസിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സസ് ആണ്. അപ്പോൾ എത്ര പേര് ഇന്ന് മുതൽ മഞ്ജരീസിലൂടെ വയലൻസ് ഒഴിവാക്കാൻ റെഡിയാണ്? എനിക്ക് കമൻ്റ് ഇടൂ കേട്ടോ. അതിനു വേണ്ടിയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറയുന്നില്ല, മനു പറയാണ്. ജയന്തി ശ്രീനിവാസൻ മാതാജി റെഡിയാണ്, ദീപ പി മാതാജി റെഡിയാണ്, ഷാജി പ്രഭു റെഡിയാണ്, രമ്യ രാജേഷ് മാതാജി റെഡിയാണ്, സീന മാതാജി റെഡിയാണ്, ദീപ മാതാജി റെഡിയാണ്, അമർ പ്രഭു റെഡിയാണ്, ആശ മാതാജി റെഡിയാണ്, പ്രസന്ന മാതാജി റെഡിയാണ്, ജയപ്രകാശ് പ്രഭു റെഡിയാണ്, രാജമ്മ മാതാജി റെഡിയാണ്, അനിൽ സീന മാതാജി റെഡിയാണ്, വിജയകുമാരി മാതാജി, രേഖ അനിൽകുമാർ മാതാജി. ഓമനക്കുട്ട എനിക്ക് അറ്റാക്ക് വരും. ഉഷ മാതാജി, ശുഭ മാതാജി, ഷീബേജി, മോട്ടി ബിജു, സിന്ധു പപ്പാളി, സുശീല മാതാജി, പ്രസീന മാതാജി, മേഘ മാതാജി, സായാന്ത് സാബു, കേരളം ഞാൻ ഹരി, സൗന്ദര്യമ്മ, ലാലി ശ്രീനിവാസൻ മാതാജി, ശോഭ മാതാജി, സിന്ധു മാതാജി, സുശീല മാതാജി, അജി ഹരി അജി, ജാനു മാതാജി, നളിനി മാതാജി, രമണൻ പ്രഭു, പ്രസീന മാതാജി, സുനിൽ കുമാർ പ്രഭു, രമാദേവി മാതാജി, ശോഭന മാതാജി, സ്വപ്ന മാതാജി, ശീപ മാതാജി, സിനി മാതാജി, അജി മാതാജി, ശ്രീകല മാതാജി. സത്യം പറയട്ടെ, ഇപ്പം ഞാൻ ഇത്ര നാളും ക്ലാസ് എടുത്തതൊക്കെ വെറുതെ ആണോ? നിങ്ങളൊക്കെ ഇപ്പോൾ വയലൻസ് ആയിരുന്നല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ റെഡിയാണെന്ന് പറഞ്ഞത്? ഞാൻ അതുകൊണ്ടാണ് ടെൻഷനായി പോയത്. മാതാജി ഞങ്ങൾ അങ്ങനെയാണ് മാതാജി എന്ന് ആരും പറഞ്ഞില്ലല്ലോ. ക്ലാസ് കേട്ട് ഞങ്ങൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴേലൊക്കെ പ്രതികരിക്കാം, ഓൾവേസ് വേണ്ടെന്നാ പറഞ്ഞത്. ഓമനക്കുട്ടം വരെ, അയ്യോ അമ്മ വരേക്കും. മൈ ഗോഡ് കൃഷ്ണ, ഞാൻ എന്തായി കേൾക്കണേ? ഞാൻ 2-3 കൊല്ലമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഭഗവാനെ, ഇവരൊക്കെ വയലന്റ് ആയിരുന്നു. അപ്പം നമിച്ചു മക്കളെ, നമിച്ചു. അപ്പം ഞാൻ വയലന്റ് ആവാതിരിക്കാൻ ഞാൻ കാപ്പി കുടിക്കട്ടെ. ഈശ്വര, എനിക്ക് വയ്യ. ഇതൊരു വലിയ ചതിയായിപ്പോയി. ഞാൻ ആരിൽ നിന്നും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ചതി. ഞാൻ റെഡി മാതാജി, ഞാൻ റെഡി മാതാജി, ഞാൻ റെഡി മാതാജി. വിജയ് മാതാജി പറഞ്ഞു ശ്രമിക്കാം എന്ന്. ഇടയ്ക്ക് വയലന്റ് ആവുന്നു. അയ്യോ കുറച്ച് പ്രതികരിച്ചു എന്ന്. ഷോ, ഞാൻ കരുതി ഇവരൊക്കെ ജപിച്ച് സ്വാത്വികമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ്. ഭഗവാനെ, ഇവരൊക്കെ വയലന്റ് ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ. മാതാജിയുടെ ക്ലാസ് ഓപ്പൺ ചെയ്ത കൂടെ അമറേ, ചതിച്ചല്ലോടാ മോനെ നീ. നിന്റെ മസാല ദോശ നെയ്റോസ് എല്ലാം ക്യാൻസൽ.
പോ, നിനക്കൊന്നും നെയ് റോസ്റ്റ് ഞാൻ തരൂല പോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കിഡിങ്, ഒന്നും കുഴപ്പമില്ല. പ്രതികരിക്കേണ്ട സമയത്ത് രാമ 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 രാമാന്ന് അങ്ങോട്ട് ചൊല്ലും. വീട്ടിന്റെ അകത്തുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ, വീട്ടിന്റെ അകത്തുള്ള കാര്യമാണ് പറഞ്ഞത്. വീട്ടിന്റെ പുറത്തൊക്കെ നമുക്ക് നേരെ എന്തെങ്കിലും അനീതി വന്നാൽ നമ്മൾ പ്രതികരിക്കണം. അപ്പൊ നിങ്ങളൊക്കെ ഉണ്ണിയാർച്ചകളാവണം, ഉണ്ണിയാർച്ചകൾ. പക്ഷെ വീട്ടിന്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂൾ ആൻഡ് കാം ആവുക. നമുക്കൊരു പ്രശ്നവും വേണ്ട എന്ന് പിള്ളേർ പറയും. അമ്മയുടെ സ്വഭാവത്തിപ്പോൾ മാറ്റമുണ്ട് എന്ന് പിള്ളേർ പറയുന്ന മക്കള് പറഞ്ഞു തുടങ്ങി അമ്മയുടെ സ്വഭാവം മാറിയെന്ന്. താങ്ക് യു കുട്ടികളെ, ഇപ്പൊ കുറെ മാറി. സൂപ്പർ ഹജി പ്രഭു, അടിപൊളി. ഓക്കെ, അപ്പം നിങ്ങൾ ആരും വയലൻസ് അല്ല. എനിക്കറിയാം നിങ്ങളെല്ലാം ജെന്യൂനായ കാര്യങ്ങൾക്ക് മാത്രമേ പ്രതികരിക്കൂ എന്ന്. അങ്ങനെ മതി നമുക്ക്. നമ്മൾ ജീവിക്കുന്ന ഇടം ആരും അറിയാതെ ജീവിച്ചു പോവാം. ഓക്കെ, അറിയാം പ്രഭു, കൂൾ. നിന്റെ നെയ്റോസ്റ്റ് പോയില്ലേ, നീ പേടിക്കണ്ട, ഞാൻ വന്നാൽ എന്തായാലും ഉണ്ടാക്കി തരും. അപ്പോൾ യെസ്, അറിയാം, എനിക്കറിയാം. നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം വീട്ടിൽ സൈലന്റ് ആവാം. വയലൻസ് വേണ്ട, സൈലന്റ്. ഓക്കെ, നോ വയലൻസ്, സൈലന്റിന്റെ ഒപ്പം പോവാം. ക്ലിയർ? അപ്പൊ ഇതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കർമ്മം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ മനസ്സിന്റെ തീർച്ചയായിട്ടും നാട്ടിൻ പുറത്ത് പ്രതികരിച്ചാൽ ഒറ്റപ്പെടും. അത് വീട്ടിലെ കാര്യം പറഞ്ഞത്, പുറത്തു പോയി പ്രതികരിക്കണ്ട. അപ്പോ നമ്മൾ എന്ത് ചെയ്യാന്ന് ഓർത്തു കഴിഞ്ഞാല്, നമ്മുടെ മനസ്സിന് സുഖം കിട്ടാൻ, സമാധാനം കിട്ടാൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കർമ്മം ചെയ്യുന്നത്. ആ കർമ്മം സാത്വികമായിരിക്കണം, അല്ലാതെ നമുക്ക് ദുഃഖം തരുന്ന കാര്യമാവരുത്. കർമ്മം ചെയ്തുകൊണ്ട് കർമ്മത്തിൽ നിന്ന് നിവൃത്തി നേടാനുള്ള മാർഗമാണ് കർമ്മയോഗം. കർമ്മം ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ആ കർമ്മത്തിൽ നിന്ന്, നമ്മൾ ചെയ്യുന്ന ആ കർമ്മത്തിൽ നിന്ന്, ആ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തി നേടാനുള്ള, സമാധാനം നേടാനുള്ള വഴിയാണ് എന്ത്? കർമ്മയോഗം എന്ന് പറയുന്നത്. ഓക്കെ, അനുകൂലവും പ്രതികൂലവുമായിരിക്കുന്ന, അതായത് നമുക്ക് സന്തോഷം തരുന്നതും നമുക്ക് ദുഃഖം തരുന്നതുമായിരിക്കുന്ന സുഖ ദുഃഖങ്ങളെ ഇല്ലാതാക്കാനുള്ള വഴിയാണ് എന്തെന്ന് പറയുന്നത്? ജ്ഞാനയോഗം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ കർമ്മത്തിൽ നിന്ന്, കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾക്ക് കുറെ കർമ്മഫല ദോഷങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ചെയ്തു പോയ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി ഈ ജന്മം എടുത്ത നമ്മൾ എന്ത് ചെയ്യണം? ഈ ജന്മത്തില് നല്ല ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലങ്ങളെല്ലാം നമ്മൾ തുടച്ചു മാറ്റും. ഓക്കെ, കഴിഞ്ഞ ജന്മത്തിൽ വന്ന ഭഗവാനോട് പറഞ്ഞിട്ടെടുക്കുക കേട്ടോ. കഴിഞ്ഞ ജന്മത്തിൽ വന്ന കർമ്മഫലങ്ങളെല്ലാം ഈ ജന്മത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ട് നമ്മൾ തുടച്ചു മാറ്റുന്നതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? പിന്നെന്താ പറയുന്നത്? അപ്പൊ കർമ്മയോഗം പഠിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സമസ്ത അപരാധങ്ങളും ഈ ജന്മത്തിൽ നന്മയുടെ പാതയിലൂടെ ജീവിച്ച് കൃഷ്ണാവബോധത്തിലൂടെ ജീവിച്ച് തുടച്ചു മാറ്റുന്ന അവസ്ഥയെ എന്തെന്ന് പറയുന്നു? കർമ്മയോഗം എന്ന് പറയുന്നു. പിന്നെ ജ്ഞാനയോഗം എന്നാൽ എന്താണ്? അനുകൂലവും പ്രതികൂലവുമായിരിക്കുന്ന, അതായത് നമുക്ക് സന്തോഷം തരുന്നതും ദുഃഖം തരുന്നതുമായിരിക്കുന്ന ഈ ഒരു ജീവിതം, അല്ലെ, സുഖ ദുഃഖങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു ഉപായം, ഒരു വഴിയാണ് എന്ത്? ജ്ഞാനയോഗം. അപ്പൊ സുഖ ദുഃഖങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അമിതമായിട്ട് സന്തോഷത്തിലും സുഖത്തിലും നമ്മൾ സന്തോഷിച്ച് കഴിയാൻ പാടില്ല. അമിതമായിട്ട് സന്തോഷം വരുമ്പോൾ സന്തോഷിക്കാനും പാടില്ല. അമിതമായിട്ട് നമുക്ക് ദുഃഖം വരുമ്പോൾ അമിതമായി ദുഃഖിച്ചിരിക്കാനും പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും ലൈഫിൽ നിന്ന് എടുത്ത് നമ്മൾ മാറ്റണം. അമിത ആഗ്രഹങ്ങളും പാടില്ല, അമിത സന്തോഷവും പാടില്ല, അമിത ദുഃഖവും പാടില്ല. എല്ലാം നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കണം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജ്ഞാനയോഗം എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും ഗീതയിൽ നിങ്ങൾ കർമ്മയോഗവും ജ്ഞാനയോഗവും എന്നുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഡെപ്ത് ആയിരിക്കുന്ന അർത്ഥം ഇതാണ്. ഇപ്പൊ മനസ്സിലായോ കർമ്മയോഗം എന്താണ്, ജ്ഞാനയോഗം എന്താണെന്നുള്ളത്? ഇനി സംശയം വരാൻ പാടില്ല. ഓക്കെ, ആത്മജ്ഞാനം നേടിയാൽ, അതായത് ഭഗവാനെ നമ്മൾ ആത്മാവ് കൊണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണ എന്ന ആ തത്വം അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്ക് പിന്നെ സുഖത്തിൽ കൂടുതൽ സന്തോഷിക്കാനോ ദുഃഖത്തിൽ അമിതമായി ദുഃഖിച്ചിരിക്കാനോ നമുക്കൊരിക്കലും സാധിക്കില്ല. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതമെന്നും നമ്മൾ ഒരേപോലെ ബാലൻസ് ചെയ്ത് പോകണമെന്നും നമ്മൾ കൃഷ്ണനെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് യോഗികളൊക്കെ സുഖം വന്നാലും ഇരിക്കും, ദുഃഖം വന്നാലും ഇരിക്കും. ഒന്നും അവരെ അനുകൂലമായോ പ്രതികൂലമായോ ബാധിക്കുന്നില്ല. സാരമില്ല സദ്യമ്മേ.
ഒന്നും ബാധിക്കുന്നില്ല. കൂളായിരിക്കും അവർ. ഓക്കെ, സുഖദുഃഖങ്ങളെയൊക്കെ സമമായിട്ട് ഒരുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ പരമസത്തയിൽ എത്തിച്ചേരുന്നു. പരമസത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷാൽ ഭഗവാൻ. സുഖങ്ങളെയും ദുഃഖങ്ങളെയൊക്കെ നമ്മൾ ഒരുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനിലേക്ക് എത്തും. ഒട്ടും നമ്മൾ അകന്നു പോവില്ല ഭഗവാനിൽ നിന്ന്. അതാണ് വേണ്ടത്. ഭഗവാനിലേക്ക്. സന്തോഷം കുറവും എന്നാൽ സങ്കടം കൂടുതലും. ഒരിക്കലും ഇല്ല പ്രഭു, എല്ലാം തുല്യമാണ്. അങ്ങേക്ക് അത് അങ്ങനെ തോന്നുകയാണ്. സങ്കടങ്ങളില്ലല്ലോ നമ്മളെ ജീവിതത്തിൽ. നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരാളോട് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ പറയണ്ട. നമുക്ക് പൈസ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാം, ഒന്നിനും പോണ്ട. നമ്മൾ പറയുന്ന ഒരാൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ പറയാണ്ടിരിക്കുക. അവർ കേൾക്കേണ്ട സമയത്ത് അവർ കേട്ടോളൂ. നമ്മുടെ കയ്യിലില്ലെങ്കിൽ വേണ്ട, അങ്ങനെ ഇരിക്കുക. അപ്പൊ ദുഃഖമില്ല. നമുക്കില്ലല്ലോ ഇല്ലല്ലോ ഇല്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. നമുക്ക് ഉണ്ട് 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 എന്ന് അഹങ്കരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. രണ്ടും വേണ്ട, ഈക്വലായിട്ട് അങ്ങ് ഇരുന്നാൽ മതി. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, കർമ്മയോഗത്തിന്റെയും ജ്ഞാനയോഗത്തിന്റെയും ലക്ഷ്യം ഒന്നാണ്. നമ്മൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം നല്ല വഴിക്ക് കൊണ്ടുപോകുന്നതാണ് കർമ്മയോഗത്തിൻ്റെത്. ജ്ഞാനയോഗവും സുഖവും ദുഃഖവും ഒക്കെ ഒരുപോലെയാണ് എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ രണ്ടിന്റെയും ലക്ഷ്യം എന്താണ്? ഒന്ന് തന്നെയാണ്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ബ്രഹ്മപ്രാപ്തി അഥവാ ആത്മജ്ഞാനം. ബ്രഹ്മപ്രാപ്തിക്ക് പറയുന്ന പേരാണ് എന്ത്? ആത്മജ്ഞാനം. ആത്മാവ് കൊണ്ട് കൃഷ്ണനെ അറിയുന്ന അവസ്ഥ. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായി? നമുക്കൊരിക്കലും സുഖവും ദുഃഖവും പ്രശ്നങ്ങളും പരാതികളും ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഒന്നും ഉണ്ടാവില്ല. നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ മിണ്ടാണ്ടിരിക്കുക. ആരെയും നമ്മൾ ഒരു പരാതിയും പറയാൻ പോണ്ട. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാനും പോണ്ട. ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും ഒന്നും പ്രതീക്ഷിക്കണ്ട. നമ്മളോട് ഇഷ്ടമുള്ളവർ നമ്മളോട് ഇഷ്ടം കാണിക്കും. നമ്മളോട് ഇഷ്ടമില്ലാത്തവർ കാണിക്കണ്ടെന്നേ. അവരവരെ വഴിക്ക് പോയിക്കോട്ടെ. ആരും ഇല്ലെങ്കിലും നമുക്ക് കൃഷ്ണനുണ്ട്, ഇല്ലേ? പിന്നെ നമ്മൾ എന്തിനാണ് ഓരോരുത്തരിൽ നിന്ന് ഓരോന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? വേണ്ട, ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. നമ്മൾ മിണ്ടാണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ സൈലന്റ് ആയിട്ട് പോകും. ദുഃഖങ്ങൾ ഉള്ളിൽ ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് നല്ലോണം മനസ്സിലാവും. പല സ്ത്രീകളുടെ വിഷമം എനിക്ക് ശരിക്കും മനസ്സിലാവും. ഭർത്താക്കന്മാരുടെ സങ്കടവും മനസ്സിലാവും. ഒരുപാട് പേര് എന്നോട് സംസാരിക്കുന്നല്ലേ, എനിക്കറിയാം. മാതാജി വീട്ടിൽ വന്നു കഴിഞ്ഞാല് ഒന്നും മിണ്ടുന്നില്ല. അവരവരുടെ അമ്മേനോടും അവരെ നാത്തൂന്മാരോടും അവരെ പെങ്ങന്മാരോടൊക്കെ ഭയങ്കര വർത്താനം. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ചാടിക്കടിക്കാൻ വരുന്നു. ഒരു വേർതിരിവാണ്. ഇതൊക്കെ ആ ഫീലിങ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവും. കാണിച്ചോട്ടെ, അവരെന്താച്ചാ കാണിച്ചോട്ടെ. നമുക്ക് കൃഷ്ണനില്ലേ നമ്മളെ കേൾക്കാൻ, നമുക്ക് വേണ്ടത് ചെയ്തു തരാൻ, നമ്മുടെ സുഖവും ദുഃഖവും അറിയാൻ, നമ്മുടെ ഇല്ലായ്മകളും ഉള്ളതും അറിയാൻ, അതാത് സമയങ്ങളിൽ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് കൂട്ടായിരിക്കാൻ നമ്മുടെ കൃഷ്ണനില്ലേ? സാക്ഷാൽ ഗുരുവായൂരപ്പനില്ലേ? നമ്മുടെ തെറ്റുകളെല്ലാം ശരിയാക്കി കാണിക്കാൻ നമ്മുടെ ഗുരുവായൂരപ്പനില്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ഈ ടെമ്പററി ആയിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ ആശ്രയിക്കുന്നത്? അവർ സ്നേഹിക്കണ്ടേ, സ്നേഹിച്ചോട്ടെ. നമ്മളെ സ്നേഹിക്കാനും ഒരു യോഗ്യത വേണ്ടേ? എൻ്റെ മഞ്ജരീസ് കുടുംബത്തിലുള്ള ഓരോരുത്തരെയും അവരുടെ പാർട്ട്നേഴ്സ് ആയാലും ശരി, അവരുടെ കൂട്ടുകാരായാലും ശരി, ആരായാലും ശരി, അവരെ സ്നേഹിക്കാനും ഒരു യോഗ്യത വേണ്ടേ? വേണം. നമ്മളൊക്കെ ഭഗവാനോടടുത്ത് ജീവിക്കുന്നവരാണ്, ഇല്ലേ? പുറമേയുള്ളവരുടെ കാര്യത്തിലേക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ മഞ്ജരീസ് കുടുംബത്തിലുള്ള ഓരോരുത്തരും, ഞാൻ അങ്ങനെ പറയും, എൻ്റെ മഞ്ജരീസ് കുടുംബത്തിലെ ഓരോരുത്തരും ഭഗവാനോട് അടുത്ത് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളുടെ ഒപ്പമുള്ളവർക്കൊരു യോഗ്യത വേണം. നിങ്ങളെ മനസ്സിലാക്കാൻ അവർക്കൊരു യോഗ്യത വേണം. അതില്ലാത്തവരാണ് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്. പിന്നെന്തിനു നമ്മൾ മനസ്സിലാക്കണം? നമ്മൾ എന്തിനാ വഴിക്ക് പോകണം? അവരവരെ വഴിക്ക് പോട്ടെന്നേ. നമ്മൾ ചിന്തിക്കാൻ പോലും പോകരുത്. മനസ്സിലായില്ലേ? അതാ വേണ്ടത്. അപ്പോ ബ്രഹ്മപ്രാപ്തി അഥവാ ആത്മജ്ഞാനം, കൃഷ്ണനെ നമ്മുടെ ആത്മാവ് കൊണ്ട് അറിയുന്ന അവസ്ഥ. ഓക്കെ, സൂപ്പർ ആശ മാതാജി, എൻജോയ് യുവർ ഡേയ്സ്. അപ്പൊ ആത്മജ്ഞാനം എന്നാൽ ആ വിദ്യ കാമങ്ങളുടെ ഫലമായി, ആ വിദ്യ അറിവില്ലായ്മയുടെ കാമങ്ങളുടെ ഫലമായിട്ട്, അറിവില്ലായ്മയുടെയും അഹങ്കാരത്തിൻ്റെയും കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് ചെയ്യുന്ന സംസാര ദുഃഖത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. മനസ്സിലായില്ലേ? എന്തെന്ന്? നമ്മളുടെ മോശപ്പെട്ട ജീവിതം, നമ്മുടെ അറിവില്ലായ്മ സംസാര ദുഃഖത്തിലേക്കാണ് നയിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? സംസാര ദുഃഖത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ നമ്മൾ വളരെ കൂളായിട്ടിരിക്കണം, സൈലന്റ് ആയിട്ടിരിക്കണം. നമ്മളോട് ആരെന്ത് ചെയ്താലും, വീട്ടിൻ്റെ അകത്തുള്ള കാര്യമായിട്ടോ പറയുന്നത്, ചിലപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളെ പുച്ഛിക്കും, വളരെ അന്തസ്സായിട്ട് പുച്ഛിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
യോഗ്യതയില്ല നമ്മളെ കൂടെ ഇരിക്കാൻ, നമ്മളെ മനസ്സിലാക്കാൻ. മനസ്സിലായോ? ആ രീതിക്ക് നമ്മൾ സൈലന്റ് ആയിരിക്കണം. നമ്മുടെ ആയുധമേ സൈലൻസ് ആണ്. ഭഗവാൻ കൃഷ്ണൻ സുദർശനം എടുത്ത പോലെ നമ്മുടെ ആയുധം സൈലന്റ് ആണ്. എന്ത് പറഞ്ഞാലും ഞാൻ വായ തുറക്കില്ല. മറ്റുള്ളവരെ പോലെ തെറി പറയാൻ നമുക്ക് അറിയാഞ്ഞിട്ടില്ല. നമ്മളും കേരളത്തിന്റെ മണ്ണിലാണ് ജനിച്ചത്. ഇഷ്ടം പോലെ തെറി വാക്കറിയാം, നമ്മൾ പറയൂല. കാരണം എന്താ? നമ്മുടെ വായന്നത് പുറത്ത് വരൂല. റൂമിലുണ്ട്, ഷെൽഫില്. നമ്മുടെ വായന്നത് വരൂല. അത് വന്നാ പിന്നെ അവരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസം? നമ്മളെ വെല്ലുവിളിക്കൂലല്ലോ. കാരണം നമുക്ക് കൃഷ്ണനെ പേടിയുണ്ട്. നിങ്ങൾ എന്നെ വെല്ലുവിളിക്കുമ്പോ ഞാൻ കൃഷ്ണന്റെ സേവ ചെയ്യുന്ന ഒരാളാണ് എന്ന മനോഭാവം നമ്മൾക്കുള്ളിൽ വേണം. ഞാൻ കൃഷ്ണന്റെ നാമം ഉച്ചരിക്കുന്ന ഒരാളാണ്. എന്നെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണെങ്കിൽ അത് സാക്ഷാൽ കൃഷ്ണനെ വെല്ലുവിളിക്കുന്നത് പോലെയാണ്. എങ്ങനെയാണോ പാഞ്ചാലിക്ക് ഭഗവാൻ വസ്ത്രം കൊടുത്തത്, അതേപോലെ നിങ്ങളെ ആരാണോ ദുഃഖിപ്പിക്കുന്നത് അവരോട് ചോദ്യം ചെയ്യാൻ കൃഷ്ണൻ വരും. വരാതിരിക്കില്ല. സമയമാകുമ്പോ അദ്ദേഹം ഒരു വരവുണ്ട്. അന്ന് ഇവര് മുട്ടുമടക്കും. അതാരായാലും ശരി. മനസ്സിലായില്ലേ? ആരായാലും ശരി മുട്ടുമടക്കിയിരിക്കും. അതിലൊരു സംശയമില്ല. കാത്തിരിക്കണം. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അതാണ് ഭഗവാൻ പറയുന്നത്. നീ വെയിറ്റ് ചെയ്യ്, അവന് കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കാം, തീർത്ത് കൊടുക്കാൻ ഞാൻ, നീ ഇടപെടണ്ട. ഓക്കെ, ഭഗവാൻ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങളോട്, ഇടപെടരുത്, നീ മിണ്ടരുത്. നിന്നെ ദ്രോഹിക്കുന്നത് അമ്മായിമ്മയായാലും ശരി, അമ്മായി അച്ഛനായാലും ശരി, ഭർത്താവായാലും ശരി, ഭാര്യ ആയാലും ശരി, നിന്റെ മക്കളായാലും ശരി, ഇനി മരുമക്കളായാലും ശരി, നീ ഇടപെടണ്ട, നീ കേട്ടിരുന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാന്ന്. ഓരോരുത്തരോടും കൃഷ്ണൻ ആ വാക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ വഷളായി. മനസ്സിലായില്ലേ? നമ്മൾ ഇടപെട്ടാൽ കാര്യങ്ങൾ വഷളായി. നമ്മൾ ഇടപെട്ടരുത്. ഇടപെടേണ്ട ആൾ ഇടപെടും. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷമങ്ങളും കണ്ണുനീരും പ്രയാസങ്ങളും നിങ്ങൾ അപമാനിക്കപ്പെടുന്നതും എല്ലാം കൃഷ്ണൻ കാണുന്നുണ്ട്. ദുര്യോധനാദികള് പാഞ്ചാലിയുടെ വസ്ത്രം ഉരിഞ്ഞെടുക്കാൻ കൈ പൊക്കിയപ്പോ കൃഷ്ണൻ വന്നിട്ടില്ല. ഉരിഞ്ഞെടുത്തോണ്ടിരിക്കുമ്പോ കൃഷ്ണൻ വന്നിട്ടില്ല. മനസ്സിലായില്ലേ? പാഞ്ചാലി ഇങ്ങനെ വിളിച്ചപേക്ഷിച്ചപ്പോ കൃഷ്ണൻ വന്നിട്ടില്ല. കൃഷ്ണാന്ന് 2 കൈകൾ പൊക്കിയപ്പോ എന്തായി? എന്റെ കയ്യിൽ ഒന്നുമില്ല കൃഷ്ണാന്ന് കൈകൾ പൊക്കി അങ്ങ് കാണിച്ചു. അപ്പൊ കൃഷ്ണൻ വന്നു. മനസ്സിലായില്ല? അപ്പൊ കൃഷ്ണൻ വന്നു. അത് മനസ്സിലാക്കണം. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണനിൽ അഭയം പ്രാപിച്ചവരാണ്. അപ്പോ ആ നമ്മളുടെ വേദനകൾ കാണാൻ ആര് കാരണമാണോ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വന്നത്, ആ കണ്ണുനീര് തുടച്ചു മാറ്റി ചോദ്യത്തിനെല്ലാം ഉത്തരം കൊടുക്കാൻ കൃഷ്ണൻ വരും. മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ഓരോരുത്തരെയായിട്ട് കുരുവംശത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പം കൊന്നൊടുക്കിയപ്പോ കൃഷ്ണൻ എന്താ ചെയ്തത്? ഓരോ കണക്കും എണ്ണി 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 കൃഷ്ണൻ ചോദിച്ചു. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കൃഷ്ണൻ വരും. ഇത് വെറും വാക്കല്ല, സാക്ഷാൽ മഹാഭാരതം തുറന്നു വെച്ചാൽ ഞാൻ പറയുന്നത്. സത്യമായിട്ട് കൃഷ്ണൻ വരും ചെയ്യും, ചോദിക്കും ചെയ്യും. പക്ഷെ നമ്മൾ ഇടയ്ക്ക് കയറരുത്. എങ്ങനെയാണോ അർജുനന് കൃഷ്ണൻ പാർത്ഥസാരഥിയായത് അതുപോലെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമയോടെ ഇരിക്കണം. നിങ്ങളൊക്കെ വീടുകളിൽ ക്ഷമയോടെ സൈലന്റായി നിവൃത്തിയോടുകൊണ്ട് ഒരുപാട് കണ്ണുനീര് ഒഴുക്കുന്നത് എനിക്കറിയാം. അറിയാതെ ഇല്ല. ഓരോരുത്തരെ വിളിക്കുമ്പോഴും ഇഞ്ചിഞ്ചായി പൊട്ടിക്കരയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അതെല്ലാം കൃഷ്ണന്റെ മുമ്പിൽ സമർപ്പണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടും ടെൻഷൻ അടിക്കരുത്. ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്. എന്ത് ചെയ്യണം? കൃഷ്ണന് വേണ്ടി കാത്തിരിക്കണം. മനസ്സിലായോ? സൂപ്പർ നയന മാതാജി, നമ്മുടെ ആശാ മാതാജി അവിടെ എവിടെയോ ഉണ്ട്. കോണ്ടാക്ട് ചെയ്യൂ, സാധിച്ചാൽ കാണൂ. ഓക്കെ, ഈ പ്രപഞ്ചമുണ്ടായത് അക്ഷരബ്രഹ്മത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. അക്ഷരബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അക്ഷരബ്രഹ്മത്തിൽ നിന്ന് എന്താണ് ഉണ്ടായിരിക്കുന്നത്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അങ്ങനെ കൃത്യമായി എന്താണ്? അത്രയുള്ളൂ അനില മാതാജി. ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, ക്ഷമയോടെ കാത്തിരിക്കുക അച്ഛാ, ഞാൻ വരുന്നുണ്ട് എറണാകുളത്തേക്ക്. ഓക്കെ, അപ്പോ ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, ഭൂമി എന്നീ ക്രമത്തിൽ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞത്. പഞ്ചഭൂതങ്ങൾ. പൃഥ്വിയിൽ നിന്ന് ചരാചര സ്വരൂപമായിരിക്കുന്ന ജഗത്തുണ്ടാകുന്നു. ഭൂമിയിൽ നിന്ന് ചരാചര സ്വരൂപമായിരിക്കുന്ന ജഗത്, ഈ ലോകം തന്നെ ഉണ്ടാകുന്നു. അവസാനം ഇതെല്ലാം എന്താണ്?
പ്രതിലോമ രൂപത്തിൽ ഭൂമി ജലത്തിലും, ജലം തേജസ്സിലും, തേജസ് വായുവിലും, വായു ആകാശത്തിലും ലയിച്ച് ബ്രഹ്മത്തിൽ ചേരുന്നു. ബ്രഹ്മം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ. എന്തിലാണ്? ഭൂമി ജലത്തിൽ. നമ്മൾ പഠിച്ചിട്ടില്ലേ പ്രളയം വരുമെന്ന്, ഭൂമി മുഴുവൻ പ്രളയത്തിലാവുന്നു. അപ്പം ഭൂമി ജലത്തിലും, ജലം നല്ലൊരു തേജസ്സിലും, തേജസ് വായുവിലും, പിന്നെന്താ ചാലക്കുടിയിൽ വരും, ഞാൻ വരും. വായു ആകാശത്തിലും, ആകാശത്തിലും ലയിച്ച്, ആകാശമോ കാരണഭൂതമായിരിക്കുന്ന ബ്രഹ്മത്തിൽ, അതായത് ഭഗവാനിലേക്കും ലയിച്ചു പോകുന്നു. ഭഗവാനിൽ നിന്ന് തുടങ്ങി ഭഗവാനിലേക്ക് പോകുന്നു. ഓക്കെ, ഈ പരമാത്മഭാവത്തെ അറിയണമെങ്കിൽ, ഈ ഭഗവാനെ അറിയണമെങ്കിൽ, ഞാൻ ഈ മാസം വരും മാതാജി, ഭഗവാനെ അറിയണമെങ്കിൽ മനസ്സിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും എല്ലാ പുറത്തുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം ബാഹ്യമായിരിക്കുന്ന പുറം ലോകത്തുള്ള എല്ലാത്തിൽ നിന്നും നമ്മൾ കൊണ്ടുവരണം. നമ്മൾ അട്രാക്റ്റീവ് ചെയ്യിക്കാൻ പുറം ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. സുഹൃത്ത് വലയങ്ങളുണ്ട്, സിനിമാ തിയേറ്ററുകളുണ്ട്, നല്ല നല്ല ഷോപ്പിംഗ് മാളുണ്ട്, ബീച്ചുണ്ട്, കല്യാണങ്ങളുണ്ട്, എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിലൊന്നും നമ്മുടെ മനസ്സ് പോയി പെടണ്ട, ഒക്കെ കാശ് ചിലവാ, ഒന്നും വേണ്ട. ഇപ്പോൾ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ സിനിമയൊക്കെ ആമസോണിൽ ഇതിലൊക്കെ വരും. 1000-2000 കൊടുത്ത് നമ്മൾ പോയി കാണുന്നു. ഈ 1000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ ചില സമയത്ത് കഷ്ടപ്പെടുന്നു. ഞാൻ അത് എൻ്റർടൈൻ ചെയ്യാതെ അല്ല പറയുന്നത്, അതൊക്കെ എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷേ വേണ്ട, എനിക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ. വല്ലപ്പോഴും ഒക്കെ നമുക്കൊരു സിനിമയൊക്കെ ഒരു സന്തോഷത്തിന് എല്ലാവരും കൂടി കൂടുമ്പോൾ ഒന്ന് പോയി കാണുക എന്നല്ലാതെ, ചിലവർക്ക് അതൊരു എന്താ പറയുക, ഒരു ക്രേസാണ്. അപ്പം അതൊന്നും വേണ്ട. നമ്മൾ നമ്മുടെ മനസ്സ് എത്രത്തോളം എന്തെല്ലാം കാര്യം, ഇപ്പം ചിലർ കാണാം, ഒരു നൈറ്റി വാങ്ങാൻ പോവുമായിരിക്കും, 10 എണ്ണം എടുത്തിട്ട് വരും, കാണുന്നതെല്ലാം വാങ്ങിച്ചിട്ട് വരും. അതൊന്നും വേണ്ട, മനസ്സിലായി? ചിലപ്പം ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാനൊന്ന് കയറി, ആ മെനുവിൻ്റെ അകത്തുള്ള സകലതും അങ്ങോട്ട് ഓർഡർ ചെയ്യും, എന്നിട്ട് 3/4 ഭാഗം അവിടെ ഇട്ടേ. അതൊന്നും വേണ്ട. ഇന്നും വീട്ടിൽ വന്ന് ഒരു ഇത്തിരി ചോറ്, ഒരു കഞ്ഞി, അത് വെച്ച് മിണ്ടാതിരിക്കുക. ഇന്നിപ്പം ഞാൻ രാവിലെ പോയപ്പോഴേക്കും ഉച്ചയ്ക്ക് അവിടെയും ഇവിടെയൊക്കെ പോയി, നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, ബാ നമുക്ക് ക്യാൻറ്റീനിൽ കയറി ഫുഡ് കഴിക്കാം. വലിയൊരു മെനുവും കൊടുത്തു തന്നു. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം കഴിച്ചിട്ട് പോരും. കഴിയുന്നതും നമ്മൾ വീട്ടിലുണ്ടാക്കും. നമ്മളൊക്കെ എപ്പം നോക്കിയാലും ഇന്നലെ വരേക്കും തിരക്ക് പിടിച്ച വർക്കിൻ്റെ ഇടയിൽ വീട്ടിലാണ് ഫുഡ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ലക്ഷ്മി ദേവി നഷ്ടമാവാതെ സൂക്ഷിക്കേണ്ടത് ആരുടെ കടമയാണ്? നമ്മുടെ കടമയാണ്. പോയാ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വാതി മാതാജി മഞ്ചരീസിലേക്ക് എനിക്ക് മെസ്സേജ് ഇട്ടു കേട്ടോ, പ്രാർത്ഥിക്കാം, ധൈര്യമായിട്ടിരിക്കും, ഒന്നും ടെൻഷൻ അടിക്കണ്ട. സാക്ഷാൽ ഗുരുവായൂരപ്പൻ ധന്വന്തരി മൂർത്തിയായി വന്ന് അച്ഛനെ കെയർ ചെയ്യും, പേടിക്കണ്ട കേട്ടോ, മെസ്സേജ് ഇട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കഴിയുന്നതും നമ്മൾ നമ്മുടെ ലക്ഷ്മി ദേവി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ നമ്മൾ നോക്കണം. നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ്, ദേവിയെ പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ആന്തരമായിരിക്കുന്ന ചൈതന്യത്തിൻ്റെ പ്രകാശത്തിലാണ്, അതായത് നമ്മുടെ ഉള്ളിലുള്ള മനസ്സിൻ്റെ ആ ഒരു പ്രകാശമുണ്ട്, നന്മയുള്ള പ്രകാശമുണ്ട്. ഈ പ്രകാശത്തിലാണ് ഇന്ദ്രിയ മനസ്സുകൾ എല്ലാം കാണുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിലാണ് നമ്മളെല്ലാം കാണുന്നത്, എല്ലാം അറിയുന്നത്. ചില വ്യക്തികൾക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റും, അത് അവരുടെ ആത്മചൈതന്യമാണ്. കുറേ ജന്മങ്ങളിൽ അവരിങ്ങനെ നന്മ ചെയ്ത് അതിൻ്റെ ഒരു ഗുണമാണത്. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ളൊരു കഴിവ്, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം, അഹങ്കരിക്കാതെ ഇരിക്കുക. പിന്നെന്താ പറയുന്നത്? പ്രകാശത്തിൻ്റെ ഉദ്ഭവസ്ഥാനം, അതായത് പ്രകാശം സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടങ്ങുന്നത് അറിയാൻ ഇന്ദ്രിയ മനസ്സുകൾ ശ്രമിക്കുന്നില്ല, അല്ലേ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ആത്മാവ് ഒന്നും അന്വേഷിക്കുന്നില്ല, പ്രത്യേകിച്ച് കൃഷ്ണാവബോധം അന്വേഷിക്കുന്നേ ഇല്ല. നമ്മൾ അന്വേഷിക്കണം, ഭഗവാൻ എവിടെ? എങ്ങനെയാണ് ഈ പ്രകൃതി ഉണ്ടായത്? നമ്മൾ എവിടെ നിന്ന് വന്നു? എവിടേക്ക് പോകുന്നു? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയി പോയത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം, മനസ്സിലാക്കണം. ഓക്കെ, ബാഹ്യമായിരിക്കുന്ന പ്രകാശത്തിൽ
കിടന്ന് കളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പുറമേയുള്ള ലോകത്തിൽ ഇങ്ങനെ കിടന്ന് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ട്? ആലോചിച്ചിട്ടുണ്ട്? പുറം ലോകത്തേക്ക് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾക്ക്. ഒരു പ്രയോജനവുമില്ല. നമ്മൾ നമ്മളായി മാറുക, നമുക്ക് വേണ്ടി ജീവിക്കുക. ആ ജീവിതം സമ്പാദ്യത്തിലേക്കല്ല പോകേണ്ടത്. നമ്മൾ ഭഗവാനെ അറിയാൻ ശ്രമിക്കുക, നമ്മളെ അറിയാൻ ശ്രമിക്കുക. മനസ്സിലായി? ഒരു മഴ കൊണ്ട് മരം മുട്ടി വെട്ടിക്കീറിയാൽ അഗ്നിയെ കാണുന്നില്ല. കാണുന്നുണ്ടോ? ഒരു മഴ എടുത്തിട്ട് നമ്മൾ ഒരു മരത്തിനെ അങ്ങോട്ട് വെട്ടിക്കീറി കഴിഞ്ഞാൽ എന്തായി? തീ കാണുമോ? നമ്മൾ ഒരിക്കലും കാണില്ല. അതുപോലെ കത്തി കൊണ്ട് വയറ് കീറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗമല്ലാതെ നമ്മൾ ആത്മാവിനെ കാണൂല. കാണൂ? ആത്മാവ് എവിടെ, ആത്മാവ് എവിടെയെന്ന് പറയുന്നത് നമ്മളങ്ങോട്ട് നെഞ്ചും കൂടെ അങ്ങ് വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ആത്മാവിനെ കാണൂല. ഇതിനുള്ളിൽ അഗ്നിയുണ്ട്, വിറകിൽ അഗ്നിയുണ്ടെന്ന് പറഞ്ഞു. അതും പറഞ്ഞൊരു മറ്റേ ഒരു മരം അങ്ങ് എടുത്ത് മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഗ്നിയെ കാണില്ല. ആ മരമുട്ടിയെ കടഞ്ഞാൽ തീപ്പൊരി പാറുന്നത് കാണാം, അഗ്നിയും ധൂമവും ഉണ്ടാകും. ശരിയല്ലേ? അതുപോലെ യോഗം കൊണ്ട്, നമ്മുടെ യോഗം കൊണ്ട്, ഭക്തി കൊണ്ട്, ഭഗവാനെ അറിയാനുള്ള മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ കടഞ്ഞാൽ പരമാത്മാവിനെ നമുക്ക് ഉള്ളിൽ കാണാൻ സാധിക്കും, ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ കണ്ടറിയാൻ സാധിക്കില്ല. ഇന്ദ്രിയങ്ങളെ കൊണ്ടും അറിയാൻ സാധിക്കില്ല, നമുക്ക് മനസ്സുകൊണ്ടും അറിയാൻ സാധിക്കില്ല. നമ്മൾ എങ്ങനെ അറിയാൻ സാധിക്കും? നമുക്ക് മനസ്സിനും ബുദ്ധിക്കും അതീതമായിരിക്കുന്ന ആത്മാവിനെ അനുഭൂതി കൊണ്ടറിയാനേ സാധിക്കും. അനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭഗവാനെ നമ്മൾ അറിയുന്നത് നമ്മുടെ ഹൃദയം കൊണ്ട്, ഒരു ഫീലിങ്സ് ആണ്. ആ ഫീലിങ്സ് കൊണ്ട് നമ്മൾ അറിയണം. അല്ലാതെ നമ്മൾ ഭഗവാനെയും ആത്മാവിനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയം അങ്ങ് മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആത്മാവ് ഒരു മൂലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയൊന്നുമില്ല. നമ്മൾ ഫീൽ ചെയ്യണം. ഇപ്പോൾ വായു നമ്മൾ ഫീൽ ചെയ്യാണ് ചെയ്യുന്നത്, കാറ്റ് നമ്മൾ ഫീൽ ചെയ്യാണ് ചെയ്യുന്നത്, കാറ്റിനെ നമ്മൾ കാണുന്നില്ല അല്ലേ? അതേപോലെ നമ്മൾ അറിയാൻ ശ്രമിക്കണം, ഫീൽ ചെയ്യണം നമ്മൾ. ഓക്കെ, ഇവിടെ പറയുന്നു, ന ചക്ഷുഷാ പശ്യതി രൂപാത്മനാവ് ന ചാബി സംസർവമുപൈധി കിംചിത് ന ചാബീതൈ സാധയതേതു കാര്യം നേതം ന പശ്യന്തി ന പശ്യതേതാൻ എന്ന് പറയുന്നുണ്ട്. ആത്മാവിൻ്റെ രൂപം കണ്ണുകൊണ്ട് കാണാനോ കൈ കൊണ്ട് തൊടാനോ സാധിക്കില്ല. ആരും ആത്മാവിനെ കാണുന്നുമില്ല. പക്ഷേ എല്ലാവരെയും ആത്മാവ് കാണുന്നു. മനസ്സിലായില്ല? നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റില്ല ആത്മാവിനെ, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ആത്മാവിൻ്റെ രൂപം നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ ആത്മാവ് എല്ലാം അറിയും. സത്യം, ഭഗവാനും എല്ലാം അറിയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം, സൂക്ഷ്മതയോടുകൂടി ചെയ്യണം. ഓക്കെ, ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഭഗവാൻ എല്ലാം അറിയുന്നു, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരാളെയും വേദനിപ്പിക്കരുത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മുക്തിമാർഗത്തെക്കുറിച്ചാണ്. മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ ശാന്തമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ജ്ഞേയത്തെ ജ്ഞാനം കൊണ്ട് അറിയാൻ സാധിക്കും. നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കും. മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ കുറച്ച് സമാധാനത്തോടെ ഇരിക്കുമ്പം നമുക്ക് ഭഗവാനെ അറിയാൻ എളുപ്പമായിരിക്കും. വെള്ളം നിർമ്മലമാണ്. ശാന്തമായിരിക്കുമ്പോൾ, ഒരു പുഴയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ വെള്ളം വളരെ സോഫ്റ്റായിട്ട് ശാന്തമായിട്ട് വെള്ളം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ അടിയിലുള്ള വസ്തുക്കൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ? വെള്ളം ഇളകിക്കഴിഞ്ഞാലോ ആകെപ്പാടൊരു ഇതായിരിക്കും, ഒരു ഭംഗി ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയാനും കാണാനും പറ്റില്ല. അതുപോലെ നമ്മുടെ മനസ്സിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സ് ഇവിടെ സഞ്ചരിച്ച് അവിടെ സഞ്ചരിച്ച് അത് ചിന്തിച്ച് ഇത് ചിന്തിച്ച് അത് പോയി ഇത് പോയി, അവരോട് പ്രതികാരം ഇവരോട് പ്രതികാരം, ഇങ്ങനെ മനസ്സ് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാനും കാണാനും പറ്റില്ല. നമ്മുടെ മനസ്സിനെ ആദ്യം നമ്മൾ സ്റ്റഡി ആയിട്ട് നിർത്തണം. എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിർത്താൻ പറ്റുമോ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് മനസ്സിനെ നിർത്തണം. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ നിർത്താൻ പഠിക്കണം നമ്മൾ. അതർവൈസ് നമുക്കൊന്നും അറിയാനും കാണാനും കേൾക്കാനും ഒന്നും പറ്റില്ല. ഇന്ദ്രിയം ചിന്നിച്ചിതറിപ്പോകുമ്പോൾ ദുഃഖവും ഇന്ദ്രിയങ്ങൾ അടങ്ങുമ്പോൾ സുഖവും ഉണ്ടാവും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ പരക്കം പായാണ്, അവിടെ എവിടെ അവിടെ എവിടെ എന്ന് പറഞ്ഞിട്ട് ഓരോരോ വഴിക്ക് ഇന്ദ്രിയങ്ങൾ പോവാണ്. കുറേ നല്ല സ്മെല്ലിനെ തേടി പോകണം,
കുറേ രുചി തേടിപ്പോകുന്നു. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ പോവാണ്. അവസാനം അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടുകയാണ്. എന്നിട്ടോ ദുഃഖം മാത്രം. അതേസമയം ഇന്ദ്രിയങ്ങളൊന്ന് സ്ട്രോങ് ആക്കി വെച്ചാലോ സുഖം കിട്ടും നമുക്ക്. ദുഃഖത്തിനുള്ള ചികിത്സ ദുഃഖത്തെ പറ്റി, ദുഃഖ വിഷയങ്ങളെ പറ്റി ചിന്തിക്കാതിരിക്കുന്നതാണ്. എങ്ങനെ മാതാജി എൻ്റെ ദുഃഖം മാറും? അത് ദുഃഖത്തിന് എന്താ കാരണം? ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. മൈൻഡിൽ നിന്ന് പോണില്ലേ മാതാജി? ഭഗവാന്റെ നാമം ജപിക്കും, ഭഗവാനെ അറിയാൻ ശ്രമിക്കും. അറിയാൻ പറ്റും. ഏതൊരു ജീവാത്മാവിനും പരമാത്മാവിനെ അറിയാൻ ശ്രമിച്ചാൽ അറിയാനുള്ള ശക്തി കിട്ടും. മനസ്സിലാവുന്നുണ്ട്? ഇല്ലെങ്കിൽ ശക്തി കിട്ടില്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ദുഃഖ കാരണത്തെ ചിന്തയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ദുഃഖ കാരണത്തെ നമ്മളെ ചിന്തയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. ആരെങ്കിലുമൊക്കെ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോട് ഇഷ്ടമില്ലാത്തവർ നമ്മളായിട്ട് പിടിച്ചു വലിച്ച് കൂടെ ഇരുത്താൻ നോക്കണ്ട. അവരിയ്ക്കൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ വിട്ടേക്ക്. എന്താ ചെയ്യട്ടെ, ആ ഭാഗമേ കളഞ്ഞേക്ക്. അതായത് മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ഇല്ലേ? നമ്മൾക്ക് ഭക്തിയിൽ ഉയരാനുണ്ട്. നമ്മളായി ജീവിക്കാനുണ്ട്. എത്ര നാൾ നമ്മൾ അപമാനിക്കപ്പെട്ടു. നമ്മളെ സ്നേഹിക്കേണ്ട കൈകൾ കൊണ്ട് നമ്മൾ എത്ര തല്ല് വാങ്ങിച്ചു. നമ്മളെ പുകഴ്ത്തി സംസാരിക്കേണ്ട, നമ്മളെ സ്നേഹം കൊണ്ട് സംസാരിക്കേണ്ട നാക്കുകൾ കൊണ്ട് എത്രത്തോളം നമ്മൾ അപരാധങ്ങൾ കേട്ടു. നമ്മൾ എന്തെല്ലാം സഹിച്ചു. സ്നേഹത്തോടെ 4 വാക്ക് പറയേണ്ട, നമ്മളോട് വാക്ക് പറയേണ്ട ആ നാവുകൾ കൊണ്ട് എത്ര തെറിവിളി കേട്ടു നമ്മൾ. ഇനിയും മതിയായില്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോവാം. മതിയായി എങ്കിൽ ആ ഭാഗം തിരിയാതിരിക്കുക, മിണ്ടാതിരിക്കുക വീട്ടിൽ. മനസ്സിലായില്ലേ? പറയുന്നിടത്തോളം പറയട്ടെ, അതെന്നെ ബാധിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കണം. അവരവരുടെ സംസ്കാരം കാണിക്കുന്നു, അവർ പറയട്ടെ. അതെൻ്റെ മൈൻഡിലേ ഇല്ല. ആ ഒരു മൂഡിൽ നമ്മളിരിക്കണം. അല്ലാതെ നിങ്ങൾ എന്നെയല്ലേ പറഞ്ഞത്, എന്നോടല്ലേ പറഞ്ഞത്, എന്നോട് ഇങ്ങനെ കാണിച്ചില്ലേ, എന്തിനാ അങ്ങനെ പോണേ, എന്തിനാ അങ്ങനെ കാണിക്കാൻ പോണേ, എന്തിനാ അത് കാണാൻ പോണേ, എന്തിനാ അത് കേൾക്കാൻ പോണേ? നമ്മളോടാണെന്ന് തോന്നിയാലാണ് നമ്മൾ മറുപടി പറയാം. നമ്മളോടല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനു മറുപടി പറയണം? അപ്പം നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. റോട്ടി കിടന്ന് ഇപ്പോൾ 2 പേര് തമ്മിൽ വഴക്കിടുക, നമ്മൾ അതിൽ പോയിട്ട് നിങ്ങളത് എങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വെച്ചാൽ നമ്മൾ പോയി ചോദിക്കുമോ? നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അല്ലേ? സഞ്ജു പപ്പ വിളിക്കണോ? കേട്ടോണ്ടിരിക്കുമോ? കേട്ടോണ്ടിരിക്കില്ല. ഒന്നും കേൾക്കരുത്, കാണരുത്, പറയരുത്. അതാണ് എക്സാക്ട്ലി നമ്മളെന്താ മിണ്ടാണ്ടിരിക്കാം. അവരവരുടെ സംസ്കാരം കാണിക്കുന്നു, നമ്മൾ നമ്മുടെ സംസ്കാരം കാണിക്കുന്നു. ഞാൻ അങ്ങനെയാണ്. നമ്മളുടെ വാക്ക് കേൾക്കാൻ താല്പര്യമില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നന്മ കേൾക്കാനും കാണാനും താല്പര്യമില്ല എങ്കിൽ അവർ പറയുന്നവർ പറയട്ടെന്നേ. ആ റിവെഞ്ചിങ് മൈൻഡ് നമുക്ക് വേണ്ട. നമ്മളോടല്ല എന്ന് തോന്നുന്ന കാര്യത്തിന് നമ്മൾ സംസാരിക്കുമോ? ഒരിക്കലും സംസാരിക്കില്ല. നമ്മളോടാണെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കല്ലേ നമ്മൾ സംസാരിക്കും. അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ നമ്മളോടാണെന്ന് എന്തിനാ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മുടെ പേരെടുത്ത് പറഞ്ഞാലും നമ്മൾ മൈൻഡാക്കരുത്. ഒറ്റ വാക്ക് പറയണം. കൂടുതൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം കാണിക്കും, ഞാൻ എൻ്റെ മര്യാദ കാണിക്കുന്നു. എൻ്റെ മര്യാദ നിങ്ങൾക്കില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് അലയ്ക്കുന്നത്. സൈലൻസ്. നമ്മൾ ബോൾഡാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ചെറിയ ചെറിയ തെറിവാക്കിലും ചെറിയ ചെറിയ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും വീഴേണ്ടവരല്ല മഞ്ജരീസ് കുടുംബങ്ങൾ. നിർബന്ധമാണ്. മഞ്ജരീസിൽ നിൽക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ ബോൾഡായിരിക്കണം. വളരെ അത്യാവശ്യം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും, ഇച്ചിരി ചീത്ത കേൾക്കുമ്പോഴേക്കും, ഒന്ന് നമ്മുടെ അച്ഛനെ വിളിക്കുമ്പോഴേക്കും, അമ്മയെ വിളിക്കുമ്പോഴേക്കും, വീട്ടിൻ്റെ അകത്തെ കാര്യം കേട്ടോ പറയണത്, ഉടനെ കരഞ്ഞ് കണ്ണീര് ഒലിപ്പിച്ചിട്ട് അയ്യോ എന്നും പറഞ്ഞ് മുറവിളി കൂട്ടുന്നവരല്ല മഞ്ജരീസ് കുടുംബങ്ങൾ. ബി ബോൾഡ് ഓൾവേസ്. നമ്മൾ കൃഷ്ണ ഡിവോട്ടീസാണ്. കൃഷ്ണ ഡിവോട്ടീസ് ഒരിക്കലും തളരില്ല, തകരില്ല. കൃഷ്ണന്റെ ഭക്തന് നാശമില്ല എന്ന് കൃഷ്ണൻ തന്നെ പ്രസ്താവിച്ച വാക്ക് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? ബോൾഡായിരിക്കണം. പറയുന്നവർ പറയട്ടെ, നമ്മളെക്കുറിച്ചല്ല, അവരുടെ സംസ്കാരമാണ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുന്നു, ജീവിക്കുന്നു, കൃഷ്ണനെ സമർപ്പിക്കുന്നു. ഓക്കെ? ഇന്ദ്രിയങ്ങൾ മനസ്സിൽ അടക്കിയിട്ട് മനസ്സ് ബുദ്ധിയിൽ ചേർന്നിട്ട്
ബുദ്ധി ആത്മാവിൽ ഏകാഗ്രമാകുമ്പോഴാണ് ഇനി കരഞ്ഞാൽ നല്ലതല്ല കേട്ടോ എന്നോട് സതിയമ്മേ, പരമാർത്ഥ ദർശനം ഉണ്ടാകുന്നത്. കൃഷ്ണനെ കാണാൻ ആർക്കൊക്കെ താല്പര്യമുണ്ട്? അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയണം. യെസ്, ബി സ്ട്രോങ്. കൃഷ്ണനെ കാണാൻ താല്പര്യമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇന്ദ്രിയങ്ങൾ ആദ്യം അടക്കണം. ഈ കരച്ചിലൊക്കെ ഒരു മോശം ഏർപ്പാടാണ്. ഇന്ദ്രിയമാണതെല്ലാം, കരച്ചിലെല്ലാം. നമ്മളെ അവഗണിക്കുമ്പം നമ്മളെ കൂടെ നിൽക്കാൻ യോഗ്യത വേണ്ടേ? അതുകൊണ്ടല്ലേ അവഗണിക്കുന്നത്. കൊറോണ ആരെങ്കിലും ക്ഷണിച്ചു വരുത്തോ? ഇല്ല. ആരെങ്കിലും ക്ഷണിച്ചു വരുത്തോ? അതേപോലെ മാറ്റി നിർത്തണം. നമ്മുടെ കൂടെ നിൽക്കാൻ, എന്താ പറയാ, കൂടെ നിൽക്കാൻ ഒരു യോഗ്യത വേണം ആർക്കായാലും. അതില്ലാത്തവർ നമ്മളെ വിട്ടിട്ട് പോകും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിൽ അങ്ങോട്ട് അടക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയരുത്, ചെയ്യരുത്, വാങ്ങരുത്, പോകരുത്. ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് വാങ്ങണം എന്നാണെങ്കിൽ നമുക്ക് ആ ഡ്രസ്സ് ആവശ്യമുണ്ടോ, അത്യാവശ്യമാണോ, കുറച്ച് നാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ലേ എന്ന് തോന്നുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങരുത്. ഇപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് പുറത്തു പോകണം. എന്തിനാ വെറുതെ കറങ്ങി നടക്കുന്നത്? അതിന് ഇത്ര എക്സ്പെൻസ് ഉണ്ട്, കറങ്ങി നടക്കരുത്. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യണം. മനസ്സിലാവുന്നുണ്ട്? ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മനസ്സിനെ നമ്മൾ ബുദ്ധിയിൽ കേന്ദ്രീകരിക്കണം. ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിക്കണം, എൻ്റെ ഈ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു, ഈ ദിവസം കൊണ്ട് എനിക്ക് എന്ത് നേട്ടമുണ്ട്. കുളിച്ച് ഫ്രഷായിട്ട് മെസ്സേജ് ഇടൂ. എന്ത് നേട്ടമുണ്ട്, ഇന്നത്തെ എൻ്റെ ദിവസം ഞാൻ എങ്ങനെ യൂസ് ചെയ്തു, ഞാൻ എത്ര നേരം ഭഗവാനെ പ്രാർത്ഥിച്ചു, എല്ലാം ഞാൻ സമയത്തിന് ചെയ്തോ, ഞാൻ വെറുതെ സമയം കളഞ്ഞോ, ജീവിതത്തിൽ വെറുതെ കിടന്നുറങ്ങി സമയം കളഞ്ഞോ എന്ന് നമ്മൾ സ്വയം ചിന്തിച്ച് നമ്മളെ തന്നെ ഒന്ന് വാല്യൂ ചെയ്യണം. അങ്ങനെ നമ്മൾ നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി ബുദ്ധി ആത്മാവിൽ പ്രകാശിക്കും. അപ്പോൾ നല്ല ചിന്തകളാകുമ്പോൾ എന്തായി? ബുദ്ധി ആത്മാവിൽ അങ്ങോട്ട് പ്രകാശിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രകാശിച്ചു കഴിയുമ്പം പരമാത്മാ ദർശനം നമുക്കുണ്ടാവും. നല്ല ബുദ്ധിയോടുകൂടി നമ്മൾ ദർശനം, ഭഗവാന്റെ ദർശനം നമുക്ക് കിട്ടും. ഇപ്പോൾ വെറുതെ ഒരു ഫോൺ എടുത്ത് വിളിച്ചിട്ട് ഹലോ എന്താ സുഖമല്ലേ? സുഖം, നിങ്ങൾ അറിഞ്ഞില്ല, അതറിഞ്ഞ ലൂസ് ടോക്സ് സ്റ്റോപ്പ് ചെയ്യണം. കുറച്ച് തിരക്കാണ്, പിന്നെ വിളിക്കാം, ഓക്കെ. അനാവശ്യമായിട്ടുള്ള ഓരോ കാര്യം, മറ്റുള്ളവരെ കുറ്റം പറയുക, കുറച്ചിൽ പറയുക, അവരുടെ വീട്ടിൽ എന്ത് നടന്നു, ഇവരുടെ വീട്ടിൽ എന്ത് പറഞ്ഞു, അവരെന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, ഇങ്ങനെയുള്ള സംസാരങ്ങൾക്ക് ചെവി കൊടുക്കാൻ പോകരുത്. നോക്കൂ, എനിക്ക് കുറച്ച് തിരക്കുണ്ട് കേട്ടോ, ഞാൻ പിന്നെ വിളിക്കാം. നല്ല കോലത്തിൽ പറഞ്ഞ അവിടെ അവസാനിപ്പിച്ചേക്കണം. മനസ്സിലായോ? നല്ല രീതിക്ക് പറഞ്ഞ അവിടെ അവസാനിപ്പിച്ചേക്കണം. നമ്മൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണോ ഈ പറയുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കാൻ വരുമ്പം എൻ്റെ ഭക്തിയിൽ എനിക്ക് ഉപകാരം കിട്ടുന്ന കാര്യമാണോ, എൻ്റെ ഭക്തി എനിക്ക് ഉയർത്താൻ പറ്റുന്ന കാര്യങ്ങളാണോ അവർ പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടുന്ന കാര്യങ്ങളാണോ അവർ പറയുന്നത്, എൻ്റെ ജീവിതത്തിന് നന്മ തരുന്ന കാര്യങ്ങളാണോ അവർ പറയുന്നത്, എൻ്റെ ആരോഗ്യത്തിന് നന്മ തരുന്ന ടിപ്സുകളാണോ അവർ പറയുന്നത്. പിന്നെ അല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കരുത്, അതാ വേണ്ട, പോയി പണിയൊക്കെ പറയണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ആരായാലും നമ്മളോട് ഇടപെടുന്നവര് നമ്മൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ മാത്രം സമയം ചെലവഴിക്കാം. അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ, എനിക്കൊരു ഇച്ചിരി പണിയുണ്ട്, ഒരാൾ വരുന്നു, അല്ലെങ്കിൽ വേറൊരു കോൾ വരുന്നു, സ്റ്റോപ്പ് ചെയ്യാം. അതിനുവേണ്ടി സമയം കളയരുത്. അത്ര നാളും ജപിച്ച ഫലം നമ്മൾ നഷ്ടപ്പെടുത്തും. ക്ലിയർ? പിന്നെ ഗുണങ്ങളെല്ലാം അതിക്രമിച്ച് ആ ബുദ്ധി നിർഗുണത്തിൽ ചെന്നെത്തുമ്പോൾ നിർഗുണ ബ്രഹ്മത്തിൽ ഏകീഭവിക്കുകയും ചെയ്യും. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്ന് നമ്മുടെ ഗുണങ്ങളെല്ലാം നല്ല ഹാപ്പി ആയിട്ട് ഭഗവാനിൽ എത്തുമ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് അങ്ങ് ലയിക്കും. മരിച്ചു പോകുന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, നമ്മുടെ മനസ്സ് ഭഗവാനുമായിട്ട് കണക്റ്റ് ആവും. പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷം മാത്രമേ ഉണ്ടാവൂ, ദുഃഖം ഉണ്ടാവില്ല. സീരിയസ്ലി ട്രൈ ചെയ്ത് നോക്കൂ. ദുഃഖം നമ്മളെ തേടി വരികയില്ല. കാരണം എന്താ? ദുഃഖിക്കേണ്ട അവസ്ഥകളൊക്കെ മാറിക്കിട്ടും, അതൊക്കെ അങ്ങോട്ട് പോകും. ചില വ്യക്തികളൊക്കെ വെറുതെ സമയം കളയാൻ വേണ്ടിയിരിക്കും, അതിനു വേണ്ടി ഇരിക്കരുത്. മനസ്സിലാവുന്നു? ഒരിക്കലും ഇരിക്കരുത്. സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കണം. ഓരോ നിമിഷവും നമ്മൾ ആനന്ദഭരിതമാക്കണം. മനസ്സിലായി? സന്തോഷഭരിതമാക്കണം. നമ്മൾക്കിഷ്ടമല്ല എന്ന് തോന്നുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത്, മറുപടി കൊടുക്കരുത്. നമ്മുടെ നിശബ്ദതയാണ് അവർക്കുള്ള മറുപടി. അവർ ചിന്തിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും മിണ്ടിയില്ലല്ലോ, ഒരു വാക്ക് പോലും തിരിച്ച് പറഞ്ഞില്ലല്ലോ എന്ന്. അവർ കരുതും അവരുടെ വാക്ക് കേട്ട് നമ്മൾ പേടിച്ചും ഉണ്ടായിരിക്കണം. നമ്മുടെ
ആത്മീയമായിരിക്കുന്ന ഉയർച്ചയാണ് അവിടെ കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസ്ഥിതിയാണ് നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? ബ്രഹ്മസ്ഥിതി കൃഷ്ണനെയാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ. ബ്രഹ്മസ്ഥിതിയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്, അല്ലാതെ ഒരു താഴ്ന്ന അവസ്ഥയിലേക്കല്ല നമ്മൾ എത്തേണ്ടത്. നമ്മൾ ഒരാളോട് പൊരുതി അങ്ങോട്ട് ജയിക്കാൻ നോക്കുമ്പോൾ അവർ പറയില്ല, എന്താ അറിയോ, നീയാണോ നാമം ജപിക്കുന്നത്, നീയാണോ കൃഷ്ണ കൃഷ്ണ എന്നും പറഞ്ഞ് നടക്കുന്നത്, നീയാണോ മാസം മാസം ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത്. അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് നമ്മുടെ ഭക്തിയിൽ, നമ്മുടെ ഭക്തി കൊണ്ട്, നമ്മുടെ പ്രതികരണം കൊണ്ട് ഒരാളും ഭഗവാനെ ചോദ്യം ചെയ്യാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത്. അതേസമയം നമ്മൾ സൈലൻ്റായിരുന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കൽ എന്താ അറിയോ, എന്താ ഇവൾക്കൊരു മാറ്റം, അല്ലെങ്കിൽ അവൻ പഴയ പോലെ അല്ലല്ലോ, ഒരുപാട് മാറിപ്പോയല്ലോ, മദ്യപാനമൊക്കെ നിർത്തി, പഴയ പോലെ വഴക്കും പ്രശ്നങ്ങളൊന്നുമില്ല, വന്ന് സൈലൻ്റായിരിക്കും, ഭക്ഷണം കഴിക്കും, ഒരു ഭക്ഷണത്തിന് പോലും കുറ്റം പറയില്ല, ഇനി കിട്ടിയില്ലെങ്കിലും മിണ്ടില്ല. എന്താ പറ്റിയത് ഇവർക്ക് എന്ന് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കണം. അവിടെയാണ് കൃഷ്ണൻ ഉയരുന്നത്. കൃഷ്ണനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ പെരുമാറ്റം കൊണ്ടും കൃഷ്ണനെ ഒരാളും ചോദ്യം ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ട്? ഒരിക്കലും ചോദ്യം ചെയ്യരുത്. അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. ക്ലിയർ? അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. ദീപൻ, அம்மாட்ட ஆன்டி டேப்லெட்ஸ் சொல்லியிருக்காங்க, கொஞ்சம் அப்பாட்ட எடுத்துகிட்டு வர சொல்கிறீங்களா கண்ணா? അപ്പോൾ അങ്ങനെ നമ്മൾ മാറണം. നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ പെരുമാറ്റവും മറ്റുള്ളവരിൽ ചിന്തിക്കാനുള്ള അവസരം കൊടുക്കണം നമ്മൾ. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ഇപ്പോൾ കുറേ നാളുകളായിട്ട്. സൈലൻസ്, അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ ഒരിക്കലും നീ കുറേ ജപമാലയെടുത്ത് ജപിച്ച് കൃഷ്ണ 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 എന്നും പറഞ്ഞ് നടന്നിട്ട് നിന്റെ വാ തുറന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റ് ടാങ്ക് തുറന്ന പോലെയാണല്ലോ എന്നുള്ള ഒരു സംസാരം ഒരാളും പറയാൻ നമ്മൾ അനുവദിക്കരുത് എന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റേത് നമുക്ക് ഫൈറ്റ് ചെയ്ത് പൊരുതി നിൽക്കാം അവരോട്. കാലങ്ങൾ ഇത്രയും നമ്മൾ അങ്ങനെയല്ലേ നിന്നത്? നമ്മുടെ ഭർത്താവിനോടും അമ്മായി അമ്മയോടും മനസ്സിൽ പോലും നമ്മൾ പ്രതികരിക്കരുത്. മനസ്സിൽ പ്രതികരിക്കുമ്പോൾ കൃഷ്ണൻ അത് കാണുന്നു. അങ്ങനെയുള്ള പ്രതികരണ മൈൻഡിൽ ഭഗവാൻ ഇരിക്കില്ല. പ്രാർത്ഥിക്കുക, കൃഷ്ണ എന്നെ അറിയാതെ, ഞാനെന്താണെന്നറിയാതെ, എന്നിലുള്ള നിന്നെ അറിയാതെ എന്നെ ഇത്രയും തെറി വിളിക്കുന്ന, എന്നെ ഇത്രയും വേദനിപ്പിക്കുന്ന, എന്നെ ഇത്രയും സങ്കടപ്പെടുത്തുന്ന, എന്നെ ഇത്രയും ഒറ്റപ്പെടുത്തുന്ന ആ വ്യക്തിയോട് നീ പൊറുക്ക് കൃഷ്ണ. നിന്നിലേക്ക് അവരെയും അടുപ്പിക്കുക. നിന്നിലുള്ള സാത്വികത അവർക്കും ലഭിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ കൃഷ്ണ എന്നെ പറയുന്നത് കേട്ടില്ലേ, വിട്ടരുത് കൃഷ്ണ, കുട്ടക്കണം കൃഷ്ണ, പണി നാശിച്ചു പോണം കൃഷ്ണ. പരമാത്മാവിലുള്ള അതേ ചൈതന്യമാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ഒരമ്മയ്ക്ക് 10 മക്കളും തുല്യരാണ്. നമ്മൾക്ക് തോന്നും അമ്മ അങ്ങനെയല്ല കാണുന്നതെന്ന്. പക്ഷേ ഒരേ വേദന അനുഭവിച്ചാണ് അമ്മ ആ 10 മക്കളെയും പ്രസവിച്ചത്. അതുപോലെ സാക്ഷാൽ പരമാത്മാവിന് ഈ ഭൂമിയിലുള്ള സമസ്ത ബ്രഹ്മാണ്ടങ്ങളിലുള്ള എല്ലാ ജീവാത്മാക്കളും തുല്യരാണ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളെ വേദനിപ്പിച്ചവർ നശിക്കണമെന്നോ, അവരില്ലാണ്ടാവണമെന്നോ, അവർക്ക് ദുഃഖം വരണമെന്നോ നമ്മൾ പ്രാർത്ഥിക്കരുത്. നമ്മളൊന്നും ചെയ്യരുത്. കൃഷ്ണ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. നിന്നെ അവരറിഞ്ഞില്ല കൃഷ്ണ, അതുകൊണ്ടാണ് അവരിങ്ങനെ പെരുമാറുന്നത്. അവരിപ്പോഴും രജോ തമോ ഗുണത്തിലാണ്. എനിക്ക് നിന്നെ അറിഞ്ഞു തുടങ്ങി ഞാൻ നിന്നെ കൃഷ്ണ. കൃഷ്ണനെ അറിഞ്ഞു തുടങ്ങുന്നു ഞാൻ. കൃഷ്ണനെ നമുക്ക് മൊത്തമായി അറിയാൻ സാധിക്കില്ല. കൃഷ്ണനെ ഞാൻ അറിഞ്ഞു തുടങ്ങുന്നു. അതുകൊണ്ട് എനിക്ക് നിശബ്ദമായിരിക്കാൻ സാധിക്കുന്നു കൃഷ്ണ. അതുപോലെ അവരെ ആക്കിയെടുക്കണേ. അപ്പോൾ എന്തായി? നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും സമാധാനമായി. അല്ലാതെ വാളെടുത്ത് വെട്ടാൻ നിൽക്കുന്ന ഒരു ഭാര്യയും നീ വെട്ടുകയാണെങ്കിൽ തിരിച്ച് 10 വെട്ടെന്ന് പറയുന്ന ഭർത്താവും കൂടി ആയാൽ അവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയായി. അതിൻ്റെ ആവശ്യം നമുക്കില്ല കേട്ടോ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഒരിക്കലും ഒരു അമ്മമാരും
മക്കളോട് സ്വന്തം അച്ഛനെ പറ്റി മോശമായി സംസാരിക്കരുത്. ഒരിക്കലും സംസാരിക്കരുത്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം നിൽക്കാൻ മക്കളുണ്ടായത് എങ്ങനെയാണ്? കല്യാണം കഴിച്ചു വരുമ്പോൾ കൊണ്ടുവന്നോ? ഇല്ല, ആ ഭർത്താവിൽ നിന്നാണ്. അപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ, അല്ലെങ്കിൽ വളർന്നു വന്ന സാഹചര്യം കൊണ്ട്, ഭഗവാനെ അറിയാത്ത അവസ്ഥ കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഭർത്താക്കന്മാർ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് ആയിപ്പോയെങ്കിൽ അത് നിന്റെ അച്ഛനാണ് മക്കളെ എന്ന് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്നിടത്താണ് ഒരു മാതൃത്വത്തിൻ്റെ വിജയം. അല്ലാതെ പ്രസവിച്ചത് കൊണ്ടല്ല ഒരു മാതൃത്വം ഉണ്ടാവുന്നത്. സ്വന്തം അച്ഛനെ ചോദ്യം ചെയ്യാൻ ഒരമ്മമാരും മക്കളെ അനുവദിക്കരുത്. സഞ്ജുവിന്റെ പപ്പ മെസ്സേജ് ഇടുന്നു. സഞ്ജു ഇവിടെ വരൂ. മമ്മിയുടെ മഞ്ജരീസിന്റെ ഫോൺ എടുത്തിട്ട് വന്നേ. ഒരു മിനിറ്റ് എടുത്തിട്ട് വരൂ. ഒരു മിനിറ്റ് കേട്ടാ. സഞ്ജുവിന്റെ പപ്പ മെസ്സേജ് ഇടുന്നു, വെർ ഈസ് മൈ സൺ എന്ന്. ഞാൻ വിളിക്കാൻ പറഞ്ഞു, എനിക്കും വിളിച്ചില്ല. അവനോട് ഇങ്ങ് വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് വന്നേ. സഞ്ജു ഇവിടെ വന്നേ. ഹലോ, അതെ ഞാൻ ക്ലാസ്സിലായിരുന്നു. അവനിപ്പോൾ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ഞാൻ കൊടുക്കാട്ടെ. അവനിപ്പോൾ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കോള് ഡിസ്കണക്റ്റ് ആയിപ്പോയി തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ് ഇപ്പോൾ കൊടുക്കാവേ. സഞ്ജു, മമ്മി ഞാനിപ്പോൾ പപ്പയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനൊന്ന് വേറെ എന്തെങ്കിലും ആയിപ്പോയി. ബിന്ദുമ്മേ, സഞ്ജുവിനെ വിളിച്ച. സഞ്ജു ഇപ്പോൾ കൊടുക്കാട്ടാ. നിന്നോട് പപ്പയെ വിളിക്കാൻ പറഞ്ഞിരുന്നോ? സംസാരിക്കേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും ഒരു അമ്മമാരും കുട്ടികളുടെ അച്ഛന്മാരെ കുട്ടികളുടെ മുമ്പിൽ തരം താഴ്ത്തി സംസാരിക്കരുത്. കാരണം ആ ഒരു വ്യക്തി ഉള്ളത് കൊണ്ടാണ് നമ്മൾക്കൊരു പേരുള്ളത്. സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പം പല കുടുംബജീവിതങ്ങളും സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവാം. ചിലപ്പം ചില കുടുംബത്തിലെ ഭർത്താക്കന്മാരെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ലായിരിക്കാം. എങ്കിലും ഒരമ്മമാരും സ്വന്തം അച്ഛനെ കുറിച്ച് ആ ജന്മം സംസാരിച്ചാ അപ്പോൾ ഫോൺ വെച്ചു, മക്കൾ പോയി കുളിക്ക്. ഒരു അച്ഛന്മാരെയും മക്കൾ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരമ്മമാരും ട്രെയിൻ ചെയ്തു. അത് വളരെ മോശമാണ്. കൃഷ്ണൻ സഹിക്കില്ല. ഓക്കെ, അതുപോലെ ഒരു അച്ഛന്മാരും പ്രസവിച്ച അമ്മമാരെ ചോദ്യം ചെയ്യാനുള്ള അനുവാദം മക്കൾക്ക് കൊടുക്കരുത്. ഇത് വളരെ 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 തെറ്റാണ്. സഞ്ജു +2 കഴിഞ്ഞു മാതാജി, നീ ഹയർ എഡ്യൂക്കേഷന് പോകുന്നു. ഒരു തരത്തിലും ചോദ്യം ചെയ്യാനുള്ള അവസരം കൊടുക്കരുത്. അച്ഛനും അമ്മയും ഒരുപോലെ ജീവിച്ചിരിക്കുന്ന കാലമാണ് മക്കൾക്കുള്ള ഏറ്റവും വലിയ മേൽവിലാസം എന്ന് പറയുന്നത്, അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ പല പല കുടുംബങ്ങളിലും ഞാൻ കാണുന്നുണ്ട്, മക്കൾ അങ്ങോട്ട് ചോദ്യം ചെയ്യണം അച്ഛന്മാരെ, അമ്മമാരെ ഭാഗം കൂടിയിട്ട്. ആ മക്കൾ ഒരിക്കലും നന്നാവില്ല. ആ സ്വന്തം അച്ഛനെ ചോദ്യം ചെയ്യുന്ന മക്കൾ നാളെ അമ്മമാരെയും ചോദ്യം ചെയ്യും. ടെമ്പററി ആയിട്ടാണ് അമ്മമാർ ചിരിക്കുന്നത്. എനിക്ക് വേണ്ടി എൻ്റെ മകൻ സംസാരിച്ചു, എനിക്ക് വേണ്ടി എൻ്റെ മകൾ സംസാരിച്ചു. വെറുതെയാണ്. നാളെ നിങ്ങളുടെ നേരെയും വരും. നിന്റെ അച്ഛനോടാണ് നീ സംസാരിക്കുന്നത്, വായ അടക്കുന്നത് നമുക്ക് പറയാൻ, അമ്മമാർക്ക് പറയാൻ കഴിയണം. അച്ഛന്മാരാണെങ്കിലും ഞാനും എൻ്റെ ഭാര്യയായിട്ട്, അതായത് നിന്റെ അമ്മയായിട്ട് പല പല പ്രശ്നങ്ങളുണ്ടാവും. നീ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. മാറി നിൽക്ക് 10 അടിയെന്നും പറയാൻ അച്ഛന്മാർക്കും സാധിക്കണം. മനസ്സിലാവുന്നില്ലേ? ഒരിക്കലും ഭാര്യ ഭർത്താവ് പ്രശ്നങ്ങൾക്കിടയിലേക്ക് മക്കളെ കൊണ്ടുവരരുത്. അത് വളരെ തെറ്റാണ്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളോടും മനസ്സിനോടും കൂടിച്ചേരുമ്പോഴാണ് വിഷയജ്ഞാനം ഉണ്ടാവുന്നത്. ഇന്ദ്രിയജ്ഞാനത്തിൽ നിന്ന് ആശയമുണ്ടാകുന്നു. അതായത് ഇന്ദ്രിയങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടെങ്കിൽ അതിലൊരു ആശയമുണ്ട്, ഒരു സബ്ജക്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്കെന്താണ് ഭഗവാനിലേക്ക് അടുക്കണം എന്നൊരു ചിന്തയുണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ദ്രിയജ്ഞാനത്തിൽ നിന്ന് ആശയം ഉണ്ടാകുന്നു, ആഗ്രഹമുണ്ടാകുന്നു. ആശയിൽ നിന്ന് ഫലേച്ഛയുണ്ടാകുന്നു, ഫലമുണ്ടാകുന്നു. നമുക്ക് ഫലേച്ഛയിൽ നിന്ന് കർമ്മമുണ്ടാകുന്നു, കർമ്മത്തിൽ നിന്ന് കർമ്മഫലങ്ങൾ ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണല്ലോ ഈ കർമ്മഫലം എന്ന് പറയുന്നത്. കർമ്മഫലം സംസാരത്തിന് കാരണമാകുന്നു.
നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഭൂമിയിൽ വന്ന് നമ്മൾ ജനിച്ച് പല പല ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരികയാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും വിഷയങ്ങളിൽ നിന്നെല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ മനോബുദ്ധി അതീതമായിരിക്കുന്ന ബ്രഹ്മത്തിലേക്ക് പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ബ്രഹ്മം ആദിയും അന്തവും ഇല്ലാത്തതാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാൻ. ഭഗവാന് തുടക്കവും ഒടുക്കവും ഇല്ല. സർവദുഃഖാതീതമാണ് ബ്രഹ്മം. എല്ലാ ദുഃഖങ്ങൾക്കും മുകളിലാണ്, സുഖങ്ങൾക്കും മുകളിലാണ്, എല്ലാത്തിനും മുകളിലാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ബ്രഹ്മത്തിൽ മനോബുദ്ധികൾ ലയിച്ചവരാണ് മുക്തന്മാർ. മനസ്സും ബുദ്ധിയൊക്കെ ഭഗവാനിലേക്ക് ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മോക്ഷം തേടി അലയണ്ട, ഓൾറെഡി മുക്തിയായി കഴിഞ്ഞു. ആ ബ്രഹ്മം തന്നെയാണ് സ്വച്ഛേയ ശരീരമെടുത്ത് കൃഷ്ണനായി നമ്മുടെ ഇടയിൽ വരുന്നത്. ആ ബ്രഹ്മമാണ് ശരീരമൊക്കെ എടുത്തിട്ട് കൃഷ്ണനായിട്ട് നമുക്കിടയിൽ വന്നിരിക്കുന്നു. ആ ബ്രഹ്മത്തെ നമ്മൾ അറിയണം. ഇത് കേട്ടപ്പോൾ കൃഷ്ണതത്വം മുഴുവൻ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആർക്ക് ആഗ്രഹം വന്നു? മഞ്ജരീസ് കുടുംബത്തിനും വന്നു, യുധിഷ്ഠിരനും വന്നു. എന്താണ് ശ്രീകൃഷ്ണ തത്വം? ശ്രീകൃഷ്ണ തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു വേർഡ്, അല്ലേ? അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. അപ്പൊ യുധിഷ്ഠിരനൊരു ആഗ്രഹം എന്തായിരിക്കും ശ്രീകൃഷ്ണ തത്വം? മഞ്ജരീസിലുള്ളവർക്ക് ഒരു ആഗ്രഹം എന്തായിരിക്കും, അല്ലേ? ശ്രീകൃഷ്ണ തത്വം. അപ്പോ ഭീഷ്മർ എന്ത് ചെയ്തു? യുധിഷ്ഠിരന് അങ്ങനെ ഒരു ആഗ്രഹം കേട്ടപ്പം ഭീഷ്മ പിതാമഹൻ എന്താ ചെയ്തത്? പണ്ട് ദേവർഷിയായ നാരദനിൽ നിന്ന്, കൃഷ്ണദ്വൈപായനിൽ നിന്ന് കേട്ടിട്ടുള്ള കൃഷ്ണതത്വത്തെ കുറിച്ച് അങ്ങ് പറയാൻ തുടങ്ങി. പോട്ടെ, ഇനിയിപ്പം ബാക്കി നാളെ പറയാം. മഞ്ജരീസിൽ എല്ലാവർക്കും ഉറങ്ങാൻ സമയമായില്ലേ? എനിക്ക് ഉറക്കൊന്നും വരുന്നില്ല. ശ്രീകൃഷ്ണ തത്വം നാളെ പറയാം, അല്ലേ? അപ്പം നമുക്ക് ക്ലാസ്സൊക്കെ വൈൻഡപ്പ് ചെയ്യാം. നാളെ പറയാം. എല്ലാവർക്കും ഉറക്കം വരുന്ന പോലെയുണ്ട്. ശ്രീകൃഷ്ണ തത്വം എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ്. അതിനി നാളെ പറഞ്ഞു കൊടുക്കാം. നാളെ നോക്കട്ടെ, പറ്റിയ ക്ലാസ് എടുക്കാം രാവിലെ. പലപ്പോഴും മാതാജി ക്ലാസ് ഉണ്ടെന്നൊക്കെ പറയും, എന്നിട്ട് എടുക്കൂല. ഞങ്ങൾ കാത്തിരിക്കും, നാളെ ഇനി എടുക്കുമോ ആവോ, ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കാണുക. അയ്യോ വേണ്ട, ഇന്ന് തന്നെ പറയണം. നരേന്നോ? അതെന്തെന്ന് വെച്ചാൽ അത് നരേ ഇല്ല, ഇപ്പം പറയണം. ഇപ്പം പറയൂ പ്ലീസ്. എന്താണ് ശ്രീകൃഷ്ണ തത്വം? കേൾക്കണം. പറയൂ അമ്മൂസ്, പറയൂ ത്രിവേണിയമ്മ. ഇല്ല, ഉറക്കം വരുന്നില്ല മാതാജി, പറയൂ. അപ്പോൾ ശ്രീകൃഷ്ണ തത്വം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞുതരാം. യുധിഷ്ഠിര, നമ്മുടെ ഭീഷ്മ പിതാമഹൻ പറയാണ്, യുധിഷ്ഠിര, വിശ്വമംഗളമൂർത്തിയായ കൃഷ്ണന്റെ മഹത്വവും, വിശ്വമംഗളമൂർത്തി അതായത് വിശ്വം, ഈ ലോകത്തിന് തന്നെ മംഗളമായിരിക്കുന്ന മൂർത്തിയായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ മഹത്വവും തത്വവും പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല യുധിഷ്ഠിര, പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഭൂതാത്മാവും സർവഭൂതേശ്വരനുമായിരിക്കുന്ന കൃഷ്ണൻ, ഭൂതാത്മാവും സർവഭൂതേശ്വരനുമായിരിക്കുന്ന കൃഷ്ണൻ ആകാശം, വായു, അഗ്നി, പൃഥ്വി എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളെയും അവയുടെ എല്ലാം വികാരമായിരിക്കുന്ന സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. മനസ്സിലായില്ലേ? അതായത് പഞ്ചഭൂതങ്ങളെയും ആ പഞ്ചഭൂതങ്ങളുടെ വികാരങ്ങളായിരിക്കുന്ന, നമ്മുടെയൊക്കെ വികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭഗവാനാണ്. അതുപോലെ ഈ പഞ്ചഭൂതങ്ങളുടെയും വികാരം എന്ന് പറയുന്നത് ജീവാത്മാക്കളാണ്. അതൊരു പുൽക്കുടി തുമ്പ് മുതൽ, ഒരു ഏകകോശ ജീവി മുതൽ, കണ്ണിൽ കാണാത്ത നമ്മുടെ ആ കുഞ്ഞു ഉറുമ്പ് മുതൽ വലിയ ആനയും തിമിംഗലവും മനുഷ്യനെന്ന് പറഞ്ഞതുപോലെ എല്ലാ ജീവാത്മാക്കളും പഞ്ചഭൂതങ്ങളുടെ ഒരു വികാരമാണ്. ആ വികാരങ്ങളായിരിക്കുന്ന സർവചരാചരങ്ങളെയും സംരക്ഷിച്ച് രക്ഷിച്ച് സൃഷ്ടിച്ച് ആര് നടക്കുന്നു? സാക്ഷാൽ ശ്രീകൃഷ്ണൻ നടക്കുന്നു. സംഹരിക്കുകയും ചെയ്യുന്നു, സൃഷ്ടിക്കുകയും ചെയ്യുന്നു, രക്ഷിക്കുകയും ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാവരും, ബ്രഹ്മദേവൻ, വിഷ്ണു, മഹേശ്വരൻ, ഇവരെല്ലാവരും ആ ആദിനാരായണമൂർത്തിയുടെ അംശങ്ങളാകുന്നു. ആരുടെ? സാക്ഷാൽ കൃഷ്ണന്റെ. ശ്രീകൃഷ്ണ തത്വമാണ് നമ്മൾ പറയുന്നത്.
ത്രിമൂർത്തികളെല്ലാവരും സാക്ഷാൽ ആദിനാരായണ മൂർത്തിയുടെ അംശങ്ങളാകുന്നു. ഈ കാണുന്നതെല്ലാം ശ്രീനാരായണന്റെ അചിന്ത്യങ്ങളും അപ്രമേയങ്ങളുമായിരിക്കുന്ന മഹിമകളാകുന്നു. നമ്മൾ എന്തെല്ലാം കാണുന്നു അതെല്ലാം ഭഗവാന്റെയാണ്. ഒന്നും ഭഗവാനിൽ നിന്ന് വേർപെട്ടിട്ടില്ല. അപ്രമേയ പ്രഭാവനായിരിക്കുന്ന ആദിനാരായണ മൂർത്തി തന്നെയാണ് ശ്രീകൃഷ്ണനായിട്ട് വന്ന് ഇവിടെ ലീലകളാടുന്നത്. മനസ്സിലാവുന്നുണ്ട്? ആ ആദിനാരായണ മൂർത്തി തന്നെയാണ് ഇവിടെ കൃഷ്ണനായിട്ട് വന്നിട്ട് ലീലകളാടിക്കൊണ്ടിരിക്കുന്നത്. ആ കൃഷ്ണൻ തന്നെയാണ് സർവ്വതിനും ആധാരമായിരിക്കുന്നത്. എല്ലാത്തിലും അടിസ്ഥാനവും ആ കൃഷ്ണൻ തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രഭാവം മനോവാഗതീതമാണ്. മനസ്സിനും ചിന്തകൾക്കും വാക്കിനും പ്രവൃത്തിക്കും എല്ലാം അതീതമാണ്. എന്തെന്ന് പറയുന്നത്? കൃഷ്ണൻ എന്ന് പറയുന്ന പരമസത്യം. മാർക്കണ്ഡേയ മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട്. ആ കഥ കൂടി പറയാന്നാ പറയുന്നത്. ആ ശ്രീകൃഷ്ണൻ വന്നിട്ട് പൂതനാമോക്ഷം നൽകി. ആ കൃഷ്ണന്റെ ദർശനം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. ആ സാക്ഷാൽ കൃഷ്ണനാണ് വൃന്ദാവന ലീലകളാടുന്നത്. ആ കൃഷ്ണൻ തന്നെയാണ് സർവചരാചരങ്ങളെയും രക്ഷിക്കുന്നത്. ആ കൃഷ്ണൻ തന്നെയാണ് ഉണ്ണിക്കണ്ണനായും വെണ്ണക്കണ്ണനായും എല്ലാം നമ്മുടെ മുമ്പിൽ വരുന്നത്. ആ കൃഷ്ണൻ തന്നെയാണ് വേണ്ടേ കൃഷ്ണന്റെ ദർശനം? നമുക്ക് വേണം. വിളക്കായി നമ്മുടെ ഉള്ളിലെ ഭഗവാൻ തെളിയണം. നമുക്ക് ദർശനം വേണം. ആ ആദിനാരായണ മൂർത്തിയാണ് നമ്മൾ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആദിനാരായണ മൂർത്തിയുടെ ലീലകളാണ് നിങ്ങൾ എല്ലാവരും. നമ്മുടെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം അദ്ദേഹം അറിയുന്നു.
അപ്പോൾ നമ്മുടെ സാക്ഷാൽ ആദിനാരായണ മൂർത്തി വൈകാതെ നിങ്ങൾക്ക് ദർശനം നൽകും. അങ്ങനെ ഇരിക്കെ മാർക്കണ്ഡേയ മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട്. ആ കഥ കൂടി അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കല് ദാനവമുഖ്യന്മാരും മഹാസുരന്മാരും ദേവന്മാരുടെ ഐശ്വര്യം കണ്ടിട്ട് ഭയങ്കരമായിട്ട് അസൂയപ്പെട്ടു. അവരെ ദ്രോഹിക്കാൻ തുടങ്ങി. ആര്? അസുരന്മാര്. ആരെ ദ്രോഹിക്കാൻ തുടങ്ങി? ദേവന്മാരെ ദ്രോഹിക്കാൻ തുടങ്ങി. ഈ അസുരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഭയങ്കരം ശക്തിയുള്ളവരായിരുന്നു. മാത്രമല്ല അവര് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും അവരെ കൊല്ലാൻ പാടില്ല എന്നുള്ള വരവും വാങ്ങിയിട്ടുണ്ട്. ശക്തരായിരിക്കുന്ന ഈ രാക്ഷസന്മാരെ കൊണ്ട് ഭൂമി അങ്ങ് നിറഞ്ഞു. ഭാരം സഹിക്കാൻ പറ്റാതെ ഭൂമിദേവി ഇങ്ങനെ താഴുവാൻ തുടങ്ങി. ഉടനെ ദേവന്മാര് പേടിച്ച് ഓടിച്ചെന്ന് ബ്രഹ്മാവിന്റെ അടുത്ത് കാര്യം പറഞ്ഞു. ബ്രഹ്മദേവ, അങ്ങ് കൊടുത്ത വരം കാരണം ഇഷ്ടംപോലെ അസുരന്മാര് ഭൂമിയിൽ ഇങ്ങനെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആരും അവരെ വധിക്കാനും ഇല്ല. അതുകൊണ്ട് ഭൂമിദേവിക്ക് ഭാരം സഹിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് അധർമ്മങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. ഉടനെ ബ്രഹ്മദേവൻ പറഞ്ഞു, ദേവന്മാരെ, അവര് മൂഢരാണ്, അവര് വിഡ്ഢികളാണ്. മാത്രമല്ല അവര് ഭയങ്കര അഹങ്കാരികളുമാണ്. കാണപ്പെടാത്ത വിഷ്ണുവിന്റെ എന്താ പറയുന്നത് മഹാത്മ്യം എന്താന്ന് അവർക്ക് അറിഞ്ഞൂടാ. അവര് വിഷ്ണുവിനെ കണ്ടിട്ടില്ല. കാണാത്ത വിഷ്ണുവിന്റെ മഹാത്മ്യം എന്താന്നുള്ളത് അവർക്ക് അറിഞ്ഞൂടാ. വിഷ്ണു ഭഗവാൻ അവരെ അടക്കാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. നിങ്ങൾ പേടിക്കാതിരിക്കൂ, ഭഗവാൻ ഇപ്പൊ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മദേവന്റെ വാക്ക് കേട്ടപ്പം ദേവന്മാരും വാനരന്മാരും എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി പോയി. വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്തു? ഒരു വരാഹത്തിന്റെ രൂപം എടുത്ത് വന്നിട്ട് അസുരന്മാരോട് അങ്ങ് ഏറ്റുമുട്ടി. അസുരന്മാരും രാക്ഷസന്മാരും എല്ലാവരും കൂടി ചേർന്ന് ആയുധം എടുത്ത് വന്ന് എതിർക്കാൻ അങ്ങ് തുടങ്ങി. ഒരു രക്ഷയില്ല. ഭയങ്കരമായിട്ട് അങ്ങ് എതിർക്കാൻ തുടങ്ങിയിട്ടും എന്താ ഉണ്ടായത്? അടിയോടടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരം അടി. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര യുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് വിഷ്ണു ഭഗവാനും അവരെ വിട്ടില്ല. രണ്ടുപേരും ശരിക്ക് യുദ്ധം ചെയ്യാണ്. വരാഹം എന്ത് ചെയ്തു? അവരെ അങ്ങ് ഒതുക്കിക്കളഞ്ഞു. വരാഹരൂപിയായിരിക്കുന്ന ദേവദേവാദിദേവന്റെ ഗർജനം കേട്ടിട്ട് ലോകം മുഴുവൻ അങ്ങ് നടുങ്ങിപ്പോയി. ഒരു രക്ഷയില്ല. ഭയങ്കര ഗർജനവും യുദ്ധവും എല്ലാം അങ്ങ് തുടങ്ങി. വരാഹമൂർത്തിയായി വന്നിട്ട് ഭൂമിയെ യഥാസ്ഥാനത്ത് ഭഗവാൻ അങ്ങ് സ്ഥാപിക്കുകയും ചെയ്തു. വരാഹമൂർത്തി ആ ഒരു സമയത്ത് വാനരന്മാരെ എല്ലാവരെയും ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കി ഭൂസംരക്ഷണം ചെയ്ത് സർവലോക നമസ്കൃതനും മഹാബാഹുവും അതുല്യ പ്രഭാവനുമായിരിക്കുന്ന ആദിനാരായണ മൂർത്തി തന്നെയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ. ആ വരാഹമൂർത്തിയാണ് ലോക പരിപാലനം ചെയ്യുന്നത്. ആ വരാഹമൂർത്തി തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പിന്നിക്കണ്ണ്, നമ്മുടെ എല്ലാവരുടെയും രക്ഷകനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ. ആ വരാഹമൂർത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരസുരനും ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാവില്ല. എല്ലാ ദാനവന്മാരെയും ഭഗവാൻ വിതച്ചു നിർത്തി. ആ അസുരനെയാണ് പേടിച്ചുകൊണ്ട് ദേവന്മാര് ബ്രഹ്മദേവന്റെ അടുത്തേക്ക് ചെന്നത്. പക്ഷേ സാക്ഷാൽ ഭഗവാന് അത് വളരെ നിസ്സാരമായിരുന്നു, വളരെ നിസ്സാരമായിരുന്നു. ഭഗവാൻ തീർക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തീർത്ത് കളയും. ഒരു നിമിഷം പോലും ഭഗവാന് വേണം ശത്രുക്കളെ ഇല്ലാതാക്കാൻ, ലോക പരിപാലനം ചെയ്യാൻ. ഇതാണ് ശ്രീകൃഷ്ണ തത്വം.